ഉത്തരാഖണ്ഡ് മേഘവിസ്ഫോടനത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ. 100-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നതായി സൂചന. നേതൃത്വം നൽകി സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്, 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. തിരുവനന്തപുരം CPIയിൽ ജാതി വിവാദം. പാർട്ടിയിലും സർക്കാർ പദവികളിലും ഈഴവർക്കും ദളിത് വിഭാഗങ്ങൾക്കും അവഗണനയെന്ന ആരോപണം. പരാതി പരിഹരിച്ചില്ലെങ്കിൽ പാർട്ടി NSS കരയോഗം കമ്മിറ്റിയായി മാറുമെന്നും പരിഹാസം. ജൈനമ്മ തിരോധാന കേസിൽ ഇന്ന് ഈരാറ്റുപേട്ടയിൽ തെളിവെടുപ്പ്. സെബാസ്റ്റ്യനെ ജൈനമ്മയുടെ മൊബൈൽ ചാർജ് ചെയ്ത കടയിലെത്തിച്ച് തെളിവെടുക്കും. കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കാൻ അന്വേഷണ സംഘം. ക്രൈസ്തവ പുരോഹിതരിൽ ചിലർക്ക് കമ്മ്യൂണിസ്റ്റ് ഭീകര രാജ്യവിരുദ്ധ ബന്ധങ്ങളെന്ന റിപ്പോർട്ടുകൾ. സഭയിൽ വിമത സ്വരങ്ങൾക്ക് പിന്നിൽ ഇത്തരം സംഘടനകളെന്നും ആരോപണം. ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് 2023 വത്തിക്കാന് നൽകിയ റിപ്പോർട്ട് വീണ്ടും ചർച്ച. അടുത്ത വർഷം ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ബംഗ്ലാദേശിലെ താൽക്കാലിക സർക്കാർ. റംസാന് മുൻപ് ഇലക്ഷൻ കമ്മീഷന് കത്തെഴുതുമെന്ന് മുഹമ്മദ് യൂനുസ്. പ്രഖ്യാപനം ഷെയ്ഖ് ഹസീന ഭാരതത്തിൽ അഭയം തേടിയതിന്റെ വാർഷികത്തിൽ. ആദ്യം തന്നെ പുത്തൻപുലരി പോകുന്നത് ഉത്തരാഖണ്ഡിലേക്കാണ്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ഇന്നലെയുണ്ടായ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും മൂലമുണ്ടായത് വൻ നാശനഷ്ടമാണ്. ഔദ്യോഗികമായി 5 മരണങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും മരണനിരക്ക് ഇനിയും ഉയർന്നേക്കും എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. 100 കണക്കിന് പേരെയാണ് കാണാതായിട്ടുള്ളത്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ തിരച്ചിലിൽ സജീവവുമാണ്. അതേസമയം തന്നെ ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുകയുമാണ്. ദുരന്ത ഭൂമിയിൽ ജനം TV സംഘമുണ്ട്. S നന്ദഗോപന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഉത്തരാഖണ്ഡിലുള്ളത്. നന്ദൻ നമുക്കൊപ്പം ഉണ്ട്. നന്ദൻ, എനിക്ക് തോന്നുന്നു വഴിയിലൊക്കെ തന്നെ മണ്ണിടിച്ചിലാണ്. പ്രദേശത്ത് എത്താൻ പോലും വലിയ പാടാണ്. എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? രാഖി, ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുകയാണ്. ഇത് രക്ഷാപ്രവർത്തനം അത് വലിയ ദുഷ്കരമാക്കിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് ഫ്രണ്ടിൽ ഇത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമായിരുന്നു ഇത്. എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു ഈ ഭാഗത്ത് ഒരു മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചിലിൽ ഈ വാഹനം പൂർണ്ണമായും അകപ്പെടുന്ന ഒരവസ്ഥയാണ്. ദൃശ്യങ്ങളിൽ കാണാം, ഈ വാഹനം അനക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. നിലവിലിപ്പോൾ ഈ JCBയും അതേപോലെ തന്നെ മറ്റ് മണ്ണുമാന്ത്രി യന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ വാഹനം പുറത്തെടുക്കുവാൻ വേണ്ടിയുള്ള അത്തരം ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. കഴിഞ്ഞ 6 മണിക്കൂറായി, ഏതാണ്ട് അർദ്ധരാത്രി മുതൽ തന്നെ ഇവിടെ ഈ മണ്ണിടിച്ചിലിൽ ഇങ്ങനെ അകപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം ഈ മണ്ണിടിച്ചിലിൽ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ വഴി ക്ലിയർ ചെയ്യുന്ന പക്ഷം നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. നിരവധി വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അതേസമയം തന്നെ ഈ ധാരായിൽ അവിടെ ഈ രക്ഷാപ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടക്കുന്നു എന്നുള്ളതാണ് സൈന്യവും മറ്റും അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്നുണ്ട്. ഏതാണ്ട് 150-ലധികം ആൾക്കാരെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തിയത് ലഭ്യമാകുന്നത്. മരണം ഇതുവരെയായിട്ടും ഔദ്യോഗിക സ്ഥിരീകരണം അനുസരിച്ച് 5 മരണങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് ഈ മൃതദേഹങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമാണ് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക. അതിനപ്പുറത്തേക്ക് ഏതാണ്ട് 100-ലധികം ആൾക്കാരെ കാണാനുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പ്രദേശവാസികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് അതിശക്തമായ മഴയാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്.
ഇന്നലെ 1:45 മേഘവിസ്ഫോടനം, ആദ്യ മേഘവിസ്ഫോടനത്തിൽ തന്നെ ഈ ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഹോട്ടലുകൾ, അതേപോലെ തന്നെ മാർക്കറ്റ് അടക്കം ഈ വലിയ ജലബോംബിൽ ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ ഭയാനകമായ ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും പ്രചരിച്ചത്. ആ ദൃശ്യങ്ങളിൽ കാണുന്നതിലും ഭയാനകമാണ് സ്ഥിതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനവും ഈ പ്രതികൂല കാലാവസ്ഥയെ ബാധിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിൽ വലിയ രീതിയിലുള്ള ഈ റോഡ് മുഴുവൻ ചെളിയാകുന്ന ഒരു അവസ്ഥയാണ്. ഈ പ്രദേശത്തേക്ക് പോലും കടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് വാഹന ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ ഗുരുതരമായി പരിക്കേറ്റവരെ റോഡ് മാർഗം ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ. ഈ ഗുരുതര പരിക്കുള്ളവരെ ഇപ്പോൾ ഋഷികേശ് എയിംസിലേക്ക് സൈന്യത്തിൻ്റെ സഹായത്തോടുകൂടി എയർലിഫ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം എത്രമാത്രം ഒരു ഭയാനകമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിലനിൽക്കുന്നതെന്ന്. പ്രത്യേകിച്ച് പിത്തോഗാർഗ് ജില്ല, അതേപോലെ തന്നെ ചമോലി ജില്ല, രുദ്രപ്രയാഗ് ജില്ല, ഉത്തരകാശി ജില്ലയിലടക്കം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. സർക്കാർ കൃത്യമായ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ബദരി കേദാർ തീർത്ഥയാത്ര നടക്കുന്ന ഒരു സമയം കൂടിയാണ്. നമ്മൾ ഈ ശബരിമല യാത്രയിൽ ഉള്ള അല്ലെങ്കിൽ ശബരിമല യാത്ര പോലെ ഒരു സീസൺ ഉണ്ട് ഈ കേദാർ ബദരി യാത്രയ്ക്ക്. ആ സീസണാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഭക്തജന പ്രവാഹം ഈ മേഖലയിലേക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിൽക്കുന്ന അതിശക്തമായ മഴയിൽ ഈ മേഖലയിലേക്ക് ഭക്തജനങ്ങൾ ആരും കടന്നു വരരുത്, തീർത്ഥാടകർ ഈ മേഖലയിലേക്ക് കടന്നു വരരുത് എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ സർക്കാർ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് ഈ കേദാർ ബദരിയിലേക്ക് പോകുന്ന ഭക്തർ പ്രധാനമായും ഒരു ഇടത്താവളം എന്ന നിലയിൽ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് ഈ ഉത്തരകാശി സ്ഥലം. ഹോട്ടലുകളും നിറഞ്ഞ് ഭക്തജനങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ തീർത്ഥാടകരെ കൊണ്ട് നിറയുന്ന ഒരു സന്ദർഭമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സർക്കാരിൻ്റെ മുന്നറിയിപ്പ്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭക്തരെ ഇവിടേക്ക് കൂടുതലായി കടത്തിവിട്ടില്ല. എങ്കിൽ തന്നെയും നേരത്തെ ഈ മുന്നറിയിപ്പ് വരുന്നതിന് മുമ്പേ തന്നെ ഇവിടേക്ക് യാത്ര തിരിച്ച ഈ ഭക്തർ അവർ കൂടുതലായി ഈ മേഖലകളിൽ, ഈ ഉത്തരകാശി മേഖലകളിലെ ഹോട്ടലിൽ ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു അനുമാനമാണ്. വിവിധ സംസ്ഥാനക്കാരുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. ഉത്തരാഖണ്ഡിലാണ് ജനം TV സംഘം ഉള്ളത്. എസ് നന്ദഗോപനാണ് നമുക്ക് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും അവിടെ കനത്ത മഴ തുടരുകയാണ്. നന്ദൻ, തുടരാം നന്ദൻ. മേഖലകളിൽ തുടരുന്നത് ഈ ദൃശ്യങ്ങളിൽ, അതായത് ഈ കേദാർ ബദരി ഭാഗത്തേക്ക്, ഉത്തരകാശി ഭാഗത്തേക്ക് പോകുന്ന പ്രധാന വഴിയാണ്. ഇതേപോലെ ഈ സമാനമായ രീതിയിൽ ഈ റോഡിൻ്റെ ഒരു സൈഡിൽ വലിയ ചെങ്കുത്തായിട്ടുള്ള വലിയ കയറ്റമാണ്, ഒരു സൈഡിൽ വലിയ കുത്തനെയുള്ള ഇറക്കമാണ്. ഇതിന് നടുവിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അതായത് ഒരു മലയെ കീറി മുറിച്ചാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിൽ വലിയ ഒരു നിഗൂഢമായ വനത്തിനുള്ളിലൂടെ പണിത ഒരു പാതയാണ് ഈ കേദാർ ബദരി അല്ലെങ്കിൽ ഉത്തരകാശി ഗംഗോത്രി മേഖലയിലേക്കൊക്കെ പോകുന്നത്. ഇതേപോലെ ഈ റോഡിൽ ഏതാണ്ട് 10 ഇടങ്ങളിൽ സമാനമായ രീതിയിൽ ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം, അതേപോലെ തന്നെ മണ്ണിടിച്ചിൽ തുടങ്ങിയവ ഉണ്ടായിട്ടുണ്ട്. 10 ഇടങ്ങളിൽ ഇതേപോലെ തന്നെ മണ്ണിടിഞ്ഞ് വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ലോറികൾ ഉപയോഗിച്ചും അതേപോലെ തന്നെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുമുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ ഈ റോഡ് ക്ലിയർ ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ ഓരോ JCBയിൽ ആദ്യം ഒരു JCB ആയിരുന്നു ഈ അല്ലെങ്കിൽ ഈ റോഡ് ക്ലിയർ ചെയ്യുന്നതിന് രംഗത്തുണ്ടായിരുന്നത്. എന്നാൽ ഒരു JCB കൊണ്ട് ഇത് നടക്കില്ല എന്നുള്ളത് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ പ്രദേശത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഈ റോഡ് ക്ലിയർ ചെയ്യുന്ന അത്തരമൊരു ദൗത്യമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വാഹനം
ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ വാഹനം കാണാം. ഒരു വെളുത്ത ഇന്നോവ ക്രിസ്റ്റ വാഹനം കാണാം. ഡൽഹിയിൽ നിന്നുമുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണിത്. ഈ വാഹനം ഇവർ സഞ്ചരിച്ചിരുന്ന വഴിയിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു മണ്ണിടിച്ചിലുണ്ടായി. ഈ വാഹനം അകപ്പെടുകയായിരുന്നു. പിന്നീട് ഇത് ഇവിടെ നിന്നും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ ഇതിനുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ ഇപ്പോൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ വാഹനം പുറത്തെടുക്കുവാനുള്ള ഒരു പ്രധാന ദൗത്യത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഈ റോഡ് മുറിച്ചു കടന്ന് അല്ലെങ്കിൽ ഈ റോഡ് ഈ ഗതാഗത യോഗ്യമാക്കിയെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളൂ. ഇവിടെ മാത്രമല്ല സമാനമായ രീതിയിൽ ഏതാണ്ട് 10 സമാനമായ രീതിയിൽ ഇതേപോലെ തന്നെ ഈ റോഡുകൾ കുന്നരിഞ്ഞ് ഈ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഈ ഒരു ഭാഗം, ഈ ഒരു റോഡിൽ ഈ ഒരു മേഖല ക്ലിയർ ചെയ്താൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കരുതുന്നില്ല. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ സമാനമായ നിരവധി തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെ രക്ഷാപ്രവർത്തനത്തെയും ബാധിക്കുന്നു. നമുക്ക് ഈ റോഡുകൾ ക്യാമറാമാൻ ഈ റോഡുകളിലേക്ക് ഈ പ്രേക്ഷകരെ ആ ദൃശ്യങ്ങൾ കാണിക്കും. സമാനമായ രീതിയിൽ ഇപ്പോൾ ഈ റോഡ് ഇതൊരു ടാറിട്ട് റോഡായിരുന്നു. ഈ റോഡ് മുഴുവൻ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം പൂർണ്ണമായും ചെളി അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതേപോലെ തന്നെയാണ് ഈ മേഖലയിലേക്ക് ഉത്തരകാശിയിലെ ഈ ധാരായി മേഖലയിലേക്കുള്ള റോഡുകൾ മുഴുവൻ സമാനമായ രീതിയിൽ വലിയ ചെളി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ റോഡ് ഇനിയിപ്പോൾ ഗതാഗത യോഗ്യമാക്കണമെങ്കിൽ ഒരുപക്ഷെ മാസങ്ങൾ വേണ്ടി വരുമെന്നുള്ളതാണ് കരുതപ്പെടുന്നത്. അത്രമാത്രം വലിയ നാശനഷ്ടം ഉത്തരാഖണ്ഡ് ഈ ഉത്തരകാശി മേഖലയിൽ തുടരുക, വളരെ സുരക്ഷിതമായിരിക്കുക എന്നുകൂടി പറയുകയാണ്. ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് മടങ്ങിയെത്താം. അതിനു മുൻപ് ഒരു ഇടവേള അനിവാര്യമായിരിക്കുകയാണ്. നിങ്ങളുടെ മക്കൾക്ക് വിവാഹാലോചന നോക്കുന്നുണ്ടോ എങ്കിൽ ഈഴവ മാട്രിമോണിൽ സെർച്ച് ചെയ്യൂ. ഈഴവ മാട്രിമോണി ഒരു മികച്ച വിശ്വാസയോഗ്യമായ പ്ലാറ്റ്ഫോമാണ്. Download ഈഴവ matrimony app. Warrior Shirts and Maurya Vastra Ethnic Collections. Warrior, for the warriors of life. പുത്തൻപുള്ളിയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഉത്തരാഖണ്ഡിലെ ആ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെയാണ്. ജനം TV സംഘം ഇപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലാണ്. ഗ്രൗണ്ട് റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. നന്ദഗോപനിലേക്ക് തന്നെയാണ് പോകുന്നത്. നന്ദൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും അവിടെ കനത്ത മഴ തുടരുകയാണ്. നമ്മുടെ ജനം TV സംഘം അടക്കം വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഏഷ്യൻ ന്യൂസ് സംഘത്തിന്റെ വാഹനം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. ഇപ്പോഴും അവിടെ മണ്ണിടിച്ചിൽ തന്നെയാണോ നന്ദൻ? തീർച്ചയായിട്ടും അടുത്ത 5 ദിവസത്തേക്ക് ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകും, കൂടുതൽ സങ്കീർണമാകുമെന്ന് വേണം വിലയിരുത്താൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാഹനം മാത്രമല്ല, സമാനമായ രീതിയിൽ പല വാഹനങ്ങളും മുന്നോട്ട് അവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആദ്യത്തെ മണ്ണിടിച്ചിലാണ്. ഇങ്ങനെ തുടരെ മറ്റൊരു 9 ഇടങ്ങളിൽ കൂടി സമാനമായ രീതിയിൽ ഇവിടെ ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതായത് ഈ ഉത്തരകാശിയിലേക്ക്, ഋഷികേശിൽ നിന്നും ഉത്തരകാശിയിലേക്ക് പോകുന്ന പ്രധാന വഴിയിലാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം, ഈ ദുരന്ത മേഖലയിൽ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തനത്തെ പോലും അത് കാര്യമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ ദുരന്ത ബാധിതരെ ഈ വഴിയിലൂടെയൊക്കെ ആയിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ പൂർണ്ണമായും ഗതാഗത സ്തംഭനമായതിനാൽ തന്നെ മറ്റ് വഴികളിലൂടെയാണ് ഈ ദുരന്ത ബാധിതരെ അല്ലെങ്കിൽ ഈ മറ്റും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ സ്ഥിതി രൂക്ഷമാകുന്ന, വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ, ഡൽഹിയിൽ നിന്നുമുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സംഘമായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിലുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ സുരക്ഷിതരാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരുപക്ഷെ ഈ വാഹനത്തിലുണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സംഘാംഗങ്ങളോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിരക്കേറിയേണ്ടിയിരിക്കുന്നു. ബിരിരാജ്, നമസ്കാരം. ബിരിരാജ്, എന്തായിരുന്നു സംഭവിച്ചത്? നന്ദൻ, ഇന്നലെ നമ്മൾ ഏതാണ്ട് ഒരു 3:45 പുലർച്ചെ 3:45 എത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഇവിടെ വലിയ രീതിയിൽ വാഹനം മുൻപോട്ട് കൊണ്ടുപോകാൻ ദുഷ്കരമായിരുന്നു. പക്ഷേ മുൻപോട്ട് പോയി. ആ മുൻപോട്ട് പോയ സമയത്ത് തന്നെ ഈ രീതിയിൽ
മലവെള്ളപ്പാച്ചിൽ പെട്ടെന്ന് തന്നെ ഇത്രയും ഒരു അടുക്കിൽ ചെളിയും മണ്ണും എത്തുകയായിരുന്നു. ഒപ്പം മലവെള്ളവും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ കുടുങ്ങുകയായിരുന്നു. പിന്നീട് നമ്മൾ വാഹനത്തിൽ നിന്ന് സുരക്ഷിതരായിട്ട് ഇറങ്ങി. പക്ഷേ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ സമയത്ത് വാഹനം പുറത്തെടുക്കാൻ ശ്രമിച്ചിരുന്നു, പലതും കുറിച്ച് ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും പൂർണ്ണമായിട്ട് പൊതിഞ്ഞു പോയിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു നിസ്സഹായാവസ്ഥയിലായിരുന്നു. പക്ഷേ അപ്പം കുറേ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് NDRFൻ്റെ ഒക്കെ ടീം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എങ്ങനെ പോലീസിൻ്റെ മറ്റു സഹായം തേടി? നമ്മളിവിടെ ഉള്ള കുറച്ച് NDRFൻ്റെ ഒക്കെ ടീം ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ തന്നെ ഒരു സഹായത്തിൽ ഇപ്പോൾ അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഈ രീതിയിൽ JCBയും മറ്റ് യന്ത്ര സാമഗ്രികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് പുരോഗമിക്കുക. ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ഉണ്ടായിരുന്ന മാധ്യമ സംഘമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അവർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ഇത്തരത്തിൽ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട രീതിയിൽ അപകടത്തിൽപ്പെട്ടത്. ആ വാഹനം പുറത്തെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ ഈ ധാരാലിയിൽ അവിടെ വലിയ രീതിയിലുള്ള അപകടം, ആ അപകടത്തിൻ്റെ വ്യാപ്തി ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് കിലോമീറ്റർ കണക്കിനുള്ള പ്രദേശം പൂർണ്ണമായും അത്തരം ഈ പ്രളയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ജലബോംബിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല നമ്മൾ ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്നതിനേക്കാൾ ഒരു ഭയാനകമായ ഒരു അവസ്ഥയായിരുന്നു. തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങൾ ശരിക്കും ഭയാനകം തന്നെയാണ്. അതായത് ഒരു നിമിഷം കൊണ്ട് പൊടുന്നനെ ജലം ഇരച്ചെത്തി ഒരു ഗ്രാമം അപ്പാടെ ഒലിച്ചു പോവുക. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ധരാലി എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റുകൾ വന്ന് തമ്പടിക്കുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം പേർ ഈ അപകടത്തിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ പോലും നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തമായ ചിത്രം ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ നന്ദൻ? രഖി, ഉത്തരകാശിയിലെ ധാരായി എന്നുള്ള സ്ഥലം അത് ഈ കേദാർ ബദരി യാത്രയിലെ ഒരു പ്രധാന ഇടത്താവളമാണ്. അവിടെ കൂടുതൽ തീർത്ഥാടകർ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ കേദാർ ബദരി യാത്ര തീർത്ഥാടന സമയത്ത് അവിടെ ധാരാളം തീർത്ഥാടകരെത്തി അവിടെ തമ്പടിച്ച ശേഷമാണ് അവർ മുകളിലേക്ക് ഈ കേദാർ ബദരി യാത്രയ്ക്കായി സാധാരണഗതിയിൽ പുറപ്പെടുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിൽ വീക്ഷിക്കുമ്പോൾ അവിടെ ധാരാളം ഭക്തജനങ്ങൾ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉള്ള ഭക്തജനങ്ങൾ ഈ ഒരു മേഖലയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതേസമയം നേരത്തെ തന്നെ ഈ മഴ മുന്നറിയിപ്പ് ഉത്തരാഖണ്ഡിലെ BJP സർക്കാർ നൽകിയിരുന്നു. മഴ തീവ്രമാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം. അതേപോലെ തന്നെ തീർത്ഥാടകരും വിനോദസഞ്ചാരികളും അവരിപ്പോൾ യാത്ര ഒഴിവാക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് പ്രധാനമായും നേരത്തെ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കൂടുതൽ തീർത്ഥാടകർ ഈ ഒരു അപകടത്തിൽ ഉൾപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ്. എങ്കിൽ തന്നെയും ഈ മുന്നറിയിപ്പ് വരുന്നതിന് മുമ്പേ ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് യാത്ര ആരംഭിച്ചവർ അവർ ഇടത്താവളം എന്ന നിലയിൽ ഈ മേഖലയിൽ, ഈ ഉത്തരകാശിയിലെ ധാരായി മേഖലയിൽ അവർ തമ്പടിച്ചിട്ടുണ്ടാകാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലുകളിലൊക്കെ തന്നെ അവർ വിശ്രമിച്ചിട്ടുണ്ടാകാം എന്നുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ആ മേഖലയിലെ മുഴുവൻ ഹോട്ടലുകളും ഒലിച്ചുപോയി. അവിടെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു, ആ മാർക്കറ്റ് ഒലിച്ചുപോയി. ഒരു ക്ഷേത്രമുണ്ടായിരുന്നു, ആ ക്ഷേത്രം ഒലിച്ചുപോയി. നിരവധി കടകൾ പോയി, ഒട്ടനവധി വീടുകൾ പോയി. അതേപോലെ തന്നെ ഈ ജനങ്ങൾക്ക്, അതായത് ജനങ്ങളുടെ ജീവഹാനി മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, ധാരാളമായി കന്നുകാലികൾ ചത്തൊടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇനിയും വ്യക്തമാകാൻ മണിക്കൂറുകൾ വേണ്ടിവരും. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് മാത്രമേ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രമാത്രമുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. നിലവിൽ 5 മരണങ്ങൾ മാത്രമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന് പോലും അവിടെ എത്തുക വളരെ ദുഷ്കരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി സൈനികരും ഈ മണ്ണിടിച്ചിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നും കേൾക്കുന്നു. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമാണോ നന്ദൻ? അതായത് ഇതിലെ 2 മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടായി. ഒന്ന് ഏതാണ്ട് 1:45 ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ സ്ഫോടനം ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് അവിടെ ഉണ്ടായിരുന്ന മിലിറ്ററി ക്യാമ്പിന് സമീപമായിരുന്നു ഇത്തരമൊരു രണ്ടാമത്തെ ഈ ഒരു സ്ഫോടനം, മേഘവിസ്ഫോടനം ഉണ്ടാകുകയും ഈ മണ്ണിടിച്ചിലും മറ്റും ഉണ്ടാകുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൽ സൈനികർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 20 സൈനികർ ഈ ഒരു ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ.
രക്ഷാപ്രവർത്തനങ്ങൾ. ഇതിൽ ഏതാണ്ട് 3 പേരെ ഇതിൽ രക്ഷിക്കാൻ സാധിച്ചു. എന്നാൽ ബാക്കിയുള്ളവർക്കായി തിരച്ചിൽ ഊർജിതമാണ് എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സൈന്യത്തിനുപരി NDRFിൻ്റെയും SDRFിൻ്റെയും സേനാ അംഗങ്ങളുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ ITBPയുടെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ സേനാ അംഗങ്ങൾ കൂടി ഉൾപ്പെട്ട സംഘമാണ് ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ ഈ പ്രദേശവാസികളും ഈ തെരച്ചിലിൽ ഊർജിതമായി തന്നെ പങ്കെടുക്കുന്നു. തങ്ങളുടെ ബന്ധുമിത്രാദികളെ ഉറ്റവരെ നോക്കി അവർ പല മേഖലകളിലും അലയുകയാണ്. പക്ഷേ അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. വലിയ രീതിയിൽ ചെളി പൂണ്ടു നിൽക്കുന്ന അവസ്ഥയാണ്. വലിയ രീതിയിൽ മലവെള്ള പാച്ചിലുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ മലവെള്ള പാച്ചിലിൻ്റെ ഒരു ശക്തിയൊക്കെ എത്രമാത്രമുണ്ടെന്ന്. അങ്ങനെ ഈ മേഖലകളിൽ വലിയ രീതിയിലുള്ള ഒരു മലവെള്ള പാച്ചിൽ കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാണാതായവരെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ദുഷ്കരകരമായ ഒരു ദൗത്യമാണ്. സൈന്യവും പോലും ഇപ്പോൾ ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ ഒരു അറച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ചില സൈനികരെയും ഇടയ്ക്ക് കാണാതായിട്ടുണ്ട്. ഏതാണ്ട് 2 ആൾ പൊക്കത്തിലൊക്കെ തന്നെ പല മേഖലകളിലും ചെളി അടിഞ്ഞിരിക്കുകയാണ്. പല വീടുകളും പൂർണ്ണമായും, അതായത് ഈ വെള്ളം, നമ്മൾ ആ ദൃശ്യങ്ങൾ, ജലബോംബ് അവിടെ നിന്നും ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് വന്ന് ആദ്യഘട്ടത്തിൽ മുഴുവൻ വീടുകളെയും മുഴുവൻ സ്ഥാപനങ്ങളെയും ആ ജലബോംബ് അടിച്ച് ഈ വെള്ളത്തിനൊപ്പം കൊണ്ടുപോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ വെള്ളത്തിൻ്റെ ശക്തി അല്പം കുറഞ്ഞപ്പോൾ പിന്നീട് വന്നത് ചെളി കലർന്ന വെള്ളമാണ്. കൂടുതലും ചെളിയാണ് പിന്നെ വന്നത്. ആ ചെളി മുഴുവൻ പല വീടുകളെപ്പോലും ഇരുനില വീടുകളെപ്പോലും പൊതിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ ആ ചെളി പല മേഖലകളിലും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലേക്ക് ഈ രക്ഷാപ്രവർത്തനവുമായി എത്തുന്ന അത്തരം രക്ഷാപ്രവർത്തകർക്കും അവരുടെ ജീവനും ഹാനിയാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി തന്നെയുള്ള ഒരു രക്ഷാപ്രവർത്തനം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഇനിയിപ്പോൾ സൈന്യത്തിൻ്റെ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഡോഗ് സ്ക്വാഡ് ഇത്തരം ദുരന്ത ഭൂമിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ദുരന്ത ഭൂമിയിൽ മണ്ണിനടിയിലും മറ്റും കിടക്കുന്നവരെ കണ്ടെത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ച നായകൾ, ആ നായകളെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനകളിലേക്കും ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ITBPയുടെയും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെയും അതേപോലെ തന്നെ സൈന്യത്തിൻ്റെയും ഈ നായകളുണ്ട്. NDRFിൻ്റെ നായകളും ഈ മണം പിടിക്കുവാൻ അല്ലെങ്കിൽ ഈ മണ്ണിനടിയിലൊക്കെ തന്നെ പൂണ്ടുകിടക്കുന്ന ജീവനുകൾ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള പരിശീലനം ലഭിച്ച നായകൾ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. അതേപോലെ തന്നെ അൾട്രാസോണിക് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത്തരം പരിശോധനകളൊക്കെ തന്നെ നടക്കുമ്പോഴും ഈ പ്രതികൂല കാലാവസ്ഥ ഇത്തരം പരിശോധനകൾക്കും അതേപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിനും വലിയ തിരിച്ചടി നൽകുന്നു. പ്രത്യേകിച്ച് വരുന്ന 5 ദിവസങ്ങൾ കൂടി അതിശക്തമായ മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രത്യേകിച്ച് ഒരു 5 ജില്ല, ഈ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി, അതേപോലെ തന്നെ ചമോലി, പിത്തോഗർഗ്, അതേപോലെ തന്നെ രുദ്രപ്രയാഗ് അടക്കമുള്ള 5 ജില്ലകളിൽ വലിയ രീതിയിൽ അതിശക്തമായ മഴയ്ക്കും മണ്ണിടിച്ചിലിനും തുടരുക. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം. ഒരു ഇടവേള കൂടി. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ഇന്നലെയുണ്ടായ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും മൂലമുണ്ടായത് വൻ നാശനഷ്ടമാണ്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. 5 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടത്. എങ്കിലും നിരവധി പേരുടെ മരണങ്ങൾ ഇതിനോടകം സംഭവിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രദേശവാസികളും പറയുന്നത്. 100 കണക്കിന് പേരെയാണ് കണ്ടെത്താൻ ഉള്ളത്. സൈന്യത്തിൻ്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ തിരച്ചിൽ അവിടെ സജീവമായി തന്നെ നടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജനം TV സംഘം അടക്കമുള്ളവർ ഈ ദുരന്ത ഭൂമിയിലേക്കുള്ള യാത്രയിലായിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ മണ്ണിടിച്ചിലിൽ ജനം TV സംഘം അടക്കം കുടുങ്ങിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഏഷ്യനെറ്റ് ന്യൂസ് സംഘത്തിൻ്റെ വാഹനമാണ്. നന്ദഗോപനുണ്ട് സ്ഥലത്ത്. നന്ദൻ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കനത്ത മഴ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. എനിക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. നന്ദൻ, എന്താണ് നിലവിലെ അവിടുത്തെ സ്ഥിതി? രാഖി, അത് തന്നെയാണ്. അതായത് അന്തരീക്ഷമാകെ മേഘാവൃതമാണ്. അതിശക്തമായ മഴയാണ് ഈ മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഈ റോഡ് സൈഡിൽ ഒരു ആംബുലൻസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആംബുലൻസ് രക്ഷാപ്രവർത്തനത്തിന് ഈ മേഖലയിലേക്ക് പോകേണ്ട ആംബുലൻസ് ആണ്. ഈ മുമ്പിൽ മണ്ണിടിച്ചിൽ കാരണം ഈ വാഹനത്തിന് അങ്ങോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇതേപോലെ തന്നെ സമാനമായ രീതിയിൽ പല മേഖലകളിലും ആംബുലൻസുകൾ ഇതേപോലെ തന്നെ ഈ മണ്ണിടിച്ചിൽ മൂലം ഈ രക്ഷാപ്രവർത്തനത്തിന് പോകാൻ കഴിയാത്ത രീതിയിൽ ആംബുലൻസുകൾ അടക്കം തടസ്സപ്പെട്ടിരിക്കുകയാണ്.
തുടരുകയാണ്. നേരത്തെ NDRFിൻ്റെ ടീമുകൾ NDRFിൻ്റെ കമ്പനി കമാൻഡർ അടക്കം ഈ മേഖലയിലേക്ക് വന്നിരുന്നു. അവർക്കും ഇവിടം താണ്ടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവർ 4 വീൽ വെഹിക്കിളിലൊക്കെയാണ് വന്നത്. ഈ മലയിലും മറ്റും ഉപയോഗിക്കുന്ന തരത്തിലുള്ള വാഹനങ്ങളിലാണ് അവർ വന്നതെങ്കിലും ഈ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഇത്ര രൂക്ഷമായ ഒരു സ്ഥിതി താണ്ടി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നേരത്തെ വാഹനം പുതഞ്ഞിരുന്നു. ആ വാഹനം മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി ഇപ്പോൾ വലിച്ച് പുറത്തെടുത്തിരിക്കുകയാണ്. ഈ ഇന്നോവ ക്രിസ്റ്റ വാഹനമാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഇവിടെ ഈ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം ഈ മണ്ണിടിച്ചിലിൽ പെട്ടുപോയത്. ഇപ്പോൾ ആ വാഹനം ഇപ്പോൾ അതിൽ നിന്നും പുറത്തെടുത്തിരിക്കുകയാണ്. എന്നാൽ ആ വാഹനം ഇപ്പോൾ ഏതാണ്ട് ഇത് ഇനിയിപ്പോൾ അതിന് മെക്കാനിക്കൽ പണികളും മറ്റും കഴിഞ്ഞ ശേഷം മാത്രമേ അത് ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് പ്രധാനമായും. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ പാതകളിൽ, അതായത് പ്രധാന പാതകളിലടക്കം വലിയ രീതിയിലുള്ള ദുഷ്കരമായ ഒരു അവസ്ഥയാണ്. വലിയ മരത്തടികൾ ഇപ്പോഴുള്ള സ്ഥലം എവിടെയാണ്? ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്ര ദൂരമുണ്ട് ഇനി അവിടെ നിന്ന്? ഈ നമ്മുടെ സംഘം, ജനം TV സംഘം എത്ര സമയമായപ്പോഴാണ് ഈ പ്രദേശത്തെത്തിയത്? രാഖി, ഏതാണ്ട് 12 മണിക്ക്, അർദ്ധരാത്രി 12 മണിക്ക് ഈ മേഖലയിൽ എത്തിയതാണ് നമ്മൾ. ഇവിടെ നിന്ന് നമുക്ക് പിന്നോട്ടോ മുന്നോട്ടോ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. മുന്നിൽ ഇതേപോലെ തന്നെ മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇനി പിന്നോട്ട് പോകാം എന്ന് കരുതിയാൽ പിന്നിലും മണ്ണിടിഞ്ഞ ഒരവസ്ഥയാണ്. പിന്നോട്ടും മുന്നോട്ടും പോകാൻ കഴിയാത്ത ഒരു അത്തരമൊരു ദുർഘടത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല ഈ ദുരന്ത ഭൂമിയിലേക്ക്. എന്നാൽ അവിടേക്ക് എത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. ഏതാണ്ട് 7 കിലോമീറ്ററിനിപ്പുറം മാത്രമേ അവിടെ വെച്ച് വാഹന ഗതാഗതം പൂർണ്ണമായും നിൽക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ഉള്ള റോഡിൽ മുഴുവൻ ഇത്തരത്തിൽ വലിയ രീതിയിൽ ചെളിയും അതേപോലെ തന്നെ വലിയ മരക്കഷ്ണങ്ങളും അതേപോലെ തന്നെ കെട്ടിടങ്ങളുടെയൊക്കെ വലിയ അവശിഷ്ടങ്ങളുമൊക്കെ തന്നെ അവിടെ വന്ന് പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ റോഡിലൂടെ നടന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ നടന്ന് വേണം ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്താൻ. നിലവിലിപ്പോൾ NDRFും ഒക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത് കൂടുതൽ ദുരന്തമുണ്ടാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മുൻകരുതലുകൾ സ്വീകരിക്കണം. അത് രക്ഷാപ്രവർത്തകരാണേലും മാധ്യമ പ്രവർത്തകരാണേലും സൈന്യമടക്കം ഇത്തരത്തിലൊരു മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് മേഘവിസ്ഫോടനത്തിലൂടെ 1 മണിക്കൂറിനുള്ളിൽ 100 മില്ലിമീറ്റർ മഴയിൽ കൂടുതലാണ് ഇവിടെ ലഭിച്ചത്. അതാണ് ഈ വലിയ ദുരന്തത്തിന് കാരണമായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവിടെ ഗംഗാ നദിയുടെ ഒരു കൈവഴി ഈ മേഖലയിലേക്ക് ഒഴുകുന്നുണ്ട്. ആ കൈവഴി മുഴുവൻ, അതായത് ആ കൈവഴി മുഴുവനായിട്ട് മറ്റൊരു ദിശയിലേക്ക് വഴിമാറി ഒഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു. നേരത്തെ ചെറിയ ഒരു കൈത്തോടായി ഒഴുകിയിരുന്ന ആ ഒരു കൈവഴി ഇന്നിപ്പോൾ വലിയ വീതിയിൽ, വലിയ ഒരു കായലിന് സമാനമായ രീതിയിലുള്ള വീതിയിൽ ഒഴുകുകയാണ്. ആ രീതിയിൽ അത്രയും വീതിയിലുണ്ടായിരുന്ന വീടുകളും പ്രദേശങ്ങളും ആകെയാണ് പൂർണ്ണമായും അത് ഇല്ലാതാക്കിയത്, അല്ലെങ്കിൽ ആ ജലബോംബിൽ പൂർണ്ണമായും നശിച്ചത്. ഏതായാലും വലിയ മഴ ഇപ്പോഴും ഇവിടെ പ്രവേശിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് മൊബൈലിലൊക്കെ തന്നെ ഓരോ മൊബൈൽ കമ്പനികളുടെയും മെസ്സേജ് വരുന്നുണ്ട്. ഈ മേഖലയിലേക്ക് യാത്ര ചെയ്യരുത്, സുരക്ഷിതരായിരിക്കണമെന്നുള്ള മെസ്സേജുകൾ പല മൊബൈൽ കമ്പനികളും നൽകുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസ് വാഹന ഗതാഗതം കൃത്യമായി തന്നെ തടയുന്നുണ്ട്. ഈ മേഖലയിലേക്ക് ഇപ്പോൾ മറ്റ് സാധാരണക്കാരെ ആരെയും പ്രവേശിപ്പിക്കാതെ ഗതാഗതം പൂർണ്ണമായി ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ നിന്നും കൂടുതൽ വാഹനം കടത്തിവിട്ടാൽ തന്നെയും ഇവിടെ നിന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇത്തരമൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഈ മഴയിൽ അത് എത്രമാത്രം ആ മഴ ഇനി ഉത്തരാഖണ്ഡിനെ കൂടുതൽ ദുരിതത്തിൽ ആഴ്ത്തുമെന്നുള്ളത് ഏതായാലും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും നിലവിലെ അവസ്ഥ അതിരൂക്ഷമായി, അല്ലെങ്കിൽ വലിയ കഠിനമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഉത്തരാഖണ്ഡ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദുരന്തം മാത്രമല്ല, അതായത് ഈ ധാരാലിയിലുണ്ടായ ഒരു ദുരന്തം മാത്രമല്ല, സമാനമായ രീതിയിൽ ചെറിയ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇത്തരം മണ്ണിടിച്ചിലും ദുരന്തങ്ങളും ഉത്തരാഖണ്ഡിൻ്റെ മിക്ക മേഖലകളിലും, പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. രാവിലെ ഈ ഉത്തരകാശി മേഖലയിലേക്ക്
പത്രവുമായി എത്തിയ വാഹനമാണ് ഈ നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിച്ചാൽ കാണാൻ കഴിയും. പത്രക്കെട്ടുകളുമായി രാവിലെ ഈ ഉത്തരകാശി മേഖലയിലേക്ക് വന്ന വാഹനമാണ്. ഈ വാഹനവും ഏതാണ്ട് 6-7 മണിക്കൂറായിട്ട് ഇവിടെ ഒരു സ്തംഭനാവസ്ഥയിൽ കിടക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതേപോലെ തന്നെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളുമായി വന്ന വാഹനങ്ങളുണ്ട്, മറ്റ് അവശ്യ സാധനങ്ങളുമായി വന്ന വാഹനങ്ങളുണ്ട്, ആംബുലൻസുകളുണ്ട്. ഇങ്ങനെ പല വാഹനങ്ങളും പല മേഖലകളിലായി ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. രാഖി. ശരി, നന്ദൻ വളരെ സുരക്ഷിതമായിരിക്കൂ. നമ്മുടെ ക്യാമറമാനോടും അത് തന്നെയാണ് പറയാനുള്ളത്. അവർ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലേക്കുള്ള യാത്രയിലായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി സ്ഥലത്തെത്തിയതാണ്. വലിയ മഴയാണ്. വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ജനം TV സംഘം അടക്കമുള്ളവർ എന്നുള്ളതാണ്. അവിടെ ആംബുലൻസുകളും പത്രക്കെട്ടുകളുമായി വന്ന വാഹനങ്ങളും ഒക്കെ തന്നെ വഴിമധ്യേ കുടുങ്ങിയിരിക്കുകയാണ്. പ്രദേശത്ത് കനത്ത മഴയാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. സമാധാനത്തിന്റെയും വികസനത്തിന്റെയും വെള്ളി വെളിച്ചം അരിച്ചിറങ്ങി തുടങ്ങിയെങ്കിലും ഛത്തീസ്ഗഡിലെ ഭയം ഭരിക്കുന്ന ഗ്രാമങ്ങളാണ് ബസ്തറിൽ ഏറെയും. തോക്കിൻ മുനയിൽ മാവോയിസ്റ്റുകൾ കെട്ടിപ്പൊക്കിയ രാക്ഷസൻ കോട്ടയിൽ 100 കൊല്ലം പിന്നിലാണ് വനവാസി ജനത. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ മാവോവാദികൾക്കെതിരെ തീക്കാറ്റായി ആഞ്ഞടിച്ചതോടെ ബസ്തർ കാടുകൾ കിടുകിടെ വിറച്ചു. 30 വർഷമായി കൊന്നും കൊലവിളിച്ചും കമ്മ്യൂണിസ്റ്റ് ഭീകരർ കുപ്രസിദ്ധി നേടിക്കൊടുത്ത നാട്. അണഞ്ഞസ്തമിക്കാറായ റെഡ് കോറിഡോറിലെ ഹോട്ട്ബെഡ് മാ ദന്തേശ്വരിയുടെ ദന്തേവാഡയിൽ നിന്നും തുടങ്ങുകയാണ് ഈ യാത്ര. അടുത്തിടെ വരെ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ രാക്ഷസൻ കോട്ടയായിരുന്ന ബസ്തറിലെ ആദിവാസി ഗ്രാമങ്ങളിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. പല ഗ്രാമങ്ങളും ഭരിച്ചിരുന്നത് പോലും കമ്മ്യൂണിസ്റ്റ് ഭീകരർ നേതൃത്വം നൽകുന്ന ജനതാ സർക്കാർ. ഉൾക്കാടിനോട് ചേർന്നാണ് ഗ്രാമങ്ങൾ ഏറെയും. ഗ്രാമവാസികളിൽ ഇപ്പോഴും മാവോയിസ്റ്റ് അനുഭാവികളും ഇൻഫോർമർമാരും ഏറെ. ഞങ്ങളെ മാവോയിസ്റ്റ് ബാധിത ഗ്രാമങ്ങളിൽ എത്തിച്ചയാളും അവരുമായി അടുത്ത ബന്ധമുള്ളയാൾ. കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഈ നാട്ടിലെ ആദിവാസി ജനതയോട് കാണിച്ച ക്രൂരത എത്രത്തോളമുണ്ടെന്ന് ഗ്രാമങ്ങളിലെത്തിയാൽ അറിയാം. റോഡുകളും പാലങ്ങളും വൈദ്യുതിയും കുടിവെള്ളവും വീടും സ്കൂളും റേഷൻ കടയും അടക്കം വികസനം എന്നത് എത്തിനോക്കി തുടങ്ങിയിട്ട് 2-3 വർഷങ്ങൾ മാത്രം. നേരത്തെ ഇതായിരുന്നില്ല സ്ഥിതി. പാലമോ റോഡോ പണിതാൽ ബോംബ് വെച്ച് തകർക്കും. സർക്കാർ ഉദ്യോഗസ്ഥരെയോ സ്ഥാപനങ്ങളെയോ ഗ്രാമങ്ങളിൽ അനുവദിക്കില്ല. സർക്കാരിനെ സഹായിക്കുമെന്ന ഭയത്താൽ ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസവും നിഷേധിച്ചു. ദിനംപ്രതി എന്നോണം ഏറ്റുമുട്ടലും കൊലപാതകങ്ങളും മാത്രം. पहले अगर देखें तो बस्तर में बहुत बुरी स्थिति थी. बस्तर में सड़कें नहीं थी. मेन रोड अगर NH को छोड़ दें तो स्टेट हाईवेज जो है वो लगभग बंद पड़े हुए थे. नक्सलियों ने बस्तर के लगभग 800 से 900 स्कूलों को तोड़ दिया था. पंचायत भवनों को तोड़ दिया. यहाँ का जो हेल्थ सेंटर है उसको भी डिस्ट्रॉय कर दिया, जिसकी वजह से अंदरूनी इलाकों में लोगों को अगर एजुकेशन लेना है तो बच्चों को या तो आपको बाहर भेजना है या फिर गांव में ही रहना है. अनपढ़ करके बच्चों को रखना पड़ता था. തലയിൽ അല്പമെങ്കിലും ആൾതാമസമുള്ളവർ അടുപ്പിക്കാത്ത ആശയം. വിത്ത് വീണിടത്ത് പിന്നെ പുൽനാമ്പ് പോലും മുളയ്ക്കില്ലെന്നത് ചരിത്രം. ആദിവാസി മേഖലകളെ ഒന്നാകെ 100 വർഷം പിന്നോട്ടടിച്ചതിന്റെ ക്രെഡിറ്റ് ഇവന്മാർക്ക് മാത്രമാണ്. 1967 പശ്ചിമബംഗാളിലെ നക്സൽബാരിയിൽ തുടക്കം കുറിച്ച കമ്മ്യൂണിസ്റ്റ് ഭീകരത പാവം ആദിവാസി ജനതയെ ആയുധമണിയിച്ചാണ് പടർന്ന് പന്തലിച്ചത്. ചെറിയ പ്രായത്തിൽ തന്നെ പരിശീലനം നൽകി ഒപ്പം ചേർക്കും. എതിർക്കാനോ ചോദ്യം ചെയ്യാനോ വിട്ടുപോരാനോ തുനിഞ്ഞാൽ മരണമാണ് ശിക്ഷ. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഭീകരത ഉപേക്ഷിച്ച് സർക്കാർ സംരക്ഷണയിൽ കഴിയുന്നവരെയും ഞങ്ങൾ കണ്ടു. वहाँ जनता सरकार बनाते हैं. कम से कम 3 गांवों को मिला के एक पंचायत बनाते हैं. पंचायत में जनता सरकार बनाते हैं. जनता सरकार स्कूल भी खोलते हैं. उनका प्रशिक्षण जो गोंडी से ही पढ़ाई होता है और उनका राजनीतिक उनका लड़ाई के उद्देश्य में ही सब पढ़ाई भी चलता है वहाँ. पूरा नक्सली लोग राजनीतिक नहीं जानते हैं, मिलिट्री नहीं जानते हैं. दुश्मन के साथ लड़ने के लिए कमजोरी है. पब्लिक को इकट्ठा करना राजनीति के कमजोरी
बोल के आने टाइम हर मीटिंग में मेरे को बोलते थे। उस बात को सुन के मेरे को अच्छा नहीं लगा। मैं पार्टी को छोड़ के मैं अकेला जाने से पार्टी को कुछ नहीं नुकसान नहीं होगा, ये सोचकर मैं इधर आया हूँ। 2015 को मैं समर्पण किया हूँ। 2000 മുതൽ 2025 വരെ കുപ്രസിദ്ധ റെഡ് കോറിഡോറിൽ ഇക്കൂട്ടർ കൊന്നു തള്ളിയവരുടെ കണക്ക് ഞെട്ടിക്കും. സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 11,955 മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സമാധാൻ ആരംഭിച്ചതോടെ ഗ്രാമങ്ങളിൽ മാവോയിസ്റ്റുകൾക്ക് തിരിച്ചടി നേരിട്ടു. 2011 ബസ്തർ കാടുകളിൽ 10,000 കേഡറുകളും 40,000 സിവിൽ മിലിഷ്യ ഗ്രൂപ്പും ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 1000 കേഡറുകളും 10,000 സിവിൽ മിലിഷ്യ ഗ്രൂപ്പും മാത്രമാണ് അവശേഷിക്കുന്നത്. സമയം വൈകിട്ട് 5 മണി കഴിഞ്ഞതോടെ ഇനി നിൽക്കുന്നത് ആപത്താണെന്ന് മുന്നറിയിപ്പ് ഞങ്ങൾക്കെത്തി. ഞങ്ങൾ പതിയെ ഗ്രാമത്തിൽ നിന്നും ഇറങ്ങി തുടങ്ങി. ബസ്തർ കുന്നുകളിൽ വെടിയൊച്ചകൾ നിലയ്ക്കുകയാണ്. ചെയ്തു കൂട്ടിയതിനൊക്കെ ഇരന്നു വാങ്ങുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ഭീകരർ. ഓപ്പറേഷൻ സമാധാനിലൂടെ ആദിവാസി സഹോദരങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കാനാകട്ടെ. ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഛത്തീസ്ഗഡ്. വിവരങ്ങളുമായി ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്. ആരും കടന്നു ചെല്ലാൻ ഭയക്കുന്ന ബസ്തർ വനമേഖലയിലേക്കുള്ള യാത്ര, ആ അനുഭവങ്ങൾ ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. ഒപ്പം തന്നെ മോദി സർക്കാരിന്റെ ഓപ്പറേഷൻ സമാധാൻ നടപ്പിലാക്കിയതിലൂടെ ആയിരിക്കണം നമുക്ക് ഈ ഘട്ടത്തിലെങ്കിലും അവിടെ കടന്നു ചെല്ലാൻ സാധിച്ചത്, അല്ലേ ശ്രീകാന്ത്? രാഖി, നമ്മളിപ്പോൾ കണ്ടത് ദന്തേവാഡയാണ്. ദന്തേവാഡ എന്ന് പറയുമ്പോൾ അവരുടെ റെഡ് കോറിഡോറിലെ ഹോട്ട് ബെഡ് എന്നാണ് പറയേണ്ടത്. ദിനം പ്രതി എന്നോണം സുരക്ഷാ സൈനികരെ കൊലപ്പെടുത്തിയിരുന്ന നാടാണ് ദന്തേവാഡ. സാധാരണക്കാരെ കൊലപ്പെടുത്തിയിരുന്ന സ്ഥലമാണ് ദന്തേവാഡ. അതായത് അവരുടെ ജനതാ സർക്കാർ നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഈ റെഡ് കോറിഡോറിലെ അതായിരുന്നു ഈ ദന്തേവാഡ എന്ന് പറയുന്നത്. അവിടേക്കാണ് നമ്മൾ കടന്നു ചെന്നത്. അവിടെ നമുക്ക് അങ്ങനെ ഇപ്പോഴും അതിൻ്റെ ഉൾഗ്രാമങ്ങളിലേക്ക് നമുക്കങ്ങനെ കടന്നു ചെല്ലാൻ കഴിയില്ല. അതിൻ്റെ വസ്തുത അതാണ്. കാരണം അവിടെ നമ്മൾ കാണുന്ന ആളുകളിൽ പലരും മാവോയിസ്റ്റുകളുടെ ആളുകളായിരിക്കാം, ഇൻഫോർമർമാരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ മാവോയിസ്റ്റുകൾ തന്നെയായിരിക്കാം. ഗ്രാമങ്ങളിൽ നിന്നും നമ്മുടെ CRPF-ഉം അതോടൊപ്പം തന്നെ പോലീസും ഒക്കെ തന്നെ ഇവരെ ഓടിച്ച് വനത്തിനകത്തേക്ക് കയറ്റിയെങ്കിലും ഇവർ പലപ്പോഴും ഈ ഗ്രാമങ്ങളിലേക്ക് വരാറുണ്ട്. ഗ്രാമങ്ങളിൽ അവരുടെ സ്വാധീനം വീണ്ടെടുക്കാൻ ശ്രമിക്കാറുമുണ്ട്. ഒപ്പം തന്നെ അവിടെ മൈനുകൾ പാകിയ ശേഷമാണ് ഈ ഗ്രാമങ്ങളിൽ നിന്നും അവർ വിട്ടുപോയിട്ടുള്ളതും. ഏതെങ്കിലും തരത്തിൽ സൈന്യമോ മറ്റോ കോമ്പിങ്ങിന് വന്നാൽ അവരെ കൊല്ലാൻ വേണ്ടി, തകർക്കാൻ വേണ്ടിയാണ് ഈ മൈനുകൾ പാകിയിട്ടുള്ളത്. അത്രയധികം രൂക്ഷമായ പ്രശ്നമുള്ള മേഖലയാണ് അത്. അവിടെ നമ്മളെ സഹായിച്ചത് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളാണ്. നമ്മൾ അയാളുമായി സംസാരിക്കുകയും നമ്മുടെ പരിചയം വെച്ച് അയാളുമായി സംസാരിക്കുകയും അതിനുശേഷം നമ്മളെ ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയുമാണ് ഉണ്ടായത്. നമ്മൾ അവരോട് പറഞ്ഞ കാര്യം, ഇവിടുത്തെ ഗ്രാമങ്ങളിൽ വലിയ പ്രശ്നമാണ് മാവോയിസ്റ്റുകളെ കൊണ്ടുണ്ടാകുന്നത് എന്നാണ് പുറത്തെ നറേറ്റീവ്. എന്താണ് വസ്തുത എന്നറിയുന്നതിന് വേണ്ടിയാണ് വന്നത്. പിന്നെ ഇവിടുത്തെ ടൂറിസം, എന്റർടൈൻമെന്റ്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ എടുക്കുക, അതിന്റെ കൾച്ചർ പുറത്തെത്തിക്കുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം എന്നാണ് അയാളോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോകുന്നത്. ഒരു കാര്യം നമ്മളവിടെ കണ്ടത്, ഈ മാവോയിസ്റ്റുകൾ, ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഒരു 100 കൊല്ലം പിറകിലേക്ക് അടിച്ചതിൻ്റെ എല്ലാ നേർക്കാഴ്ചകളും നമുക്കവിടെ കാണാൻ സാധിക്കും. ആദിവാസി ജനതയെ, അതായത് അവിടെ സ്കൂൾ പണിയാൻ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പോൾ ഒരു 3 കൊല്ലമേ ആയിട്ടുള്ള അവിടെ പാലവും റോഡും സ്കൂളുകളും റേഷൻ കടയും അങ്ങനെ തുടങ്ങി മുഴുവൻ സാധനങ്ങളും വന്നിട്ട്, അതും കേന്ദ്ര സർക്കാർ ഇവന്മാർക്കെതിരെ ശക്തമായ നടപടി തുടങ്ങിയതിന് ശേഷം മാത്രമാണ് എന്തെങ്കിലും തരത്തിൽ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിച്ചത്. നേരത്തെ ആണെങ്കിൽ ഇവർ റോഡുകൾ പണിതാൽ, പാലങ്ങൾ പണിതാൽ ബോംബ് വെച്ച് തകർക്കും. ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ ചെന്നാൽ വെടിവെച്ച് കൊല്ലും. ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ, സർക്കാർ ജോലി കിട്ടി പുറത്തു പോവുകയും സർക്കാരിന്റെ ആളാവുകയും ചെയ്യുമെന്ന് വിചാരിച്ച് സ്കൂളുകൾ പൊളിച്ചു കളയും. റേഷൻ കട തുടങ്ങാൻ സമ്മതിക്കില്ല. ഒരു തരത്തിലും വികസനത്തിന്റെ വെള്ളി വെളിച്ചം കടന്നു ചെല്ലാൻ ഇവന്മാർ സമ്മതിക്കാതിരുന്ന സ്ഥലങ്ങളായിരുന്നു ഈ ദന്തേവാഡയിലെ മിക്ക ഗ്രാമങ്ങളും. അവിടേക്കാണ് നമുക്ക് കടന്നു ചെല്ലാനും ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ നടത്താനും സാധിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, അതായത് ഇവന്മാർ കൊന്നു തള്ളിയവരുടെ കണക്ക് തന്നെ നോക്കിയാൽ നമുക്ക് ഞെട്ടലുളവാക്കും. 2000 മുതൽ 2025 വരെ 11,955 മനുഷ്യരെയാണ് ഈ രാക്ഷസക്കൂട്ടം കൊന്നു തള്ളിയത്. അതിൽ സിവിലിയൻസ് ഉണ്ട്, അതിൽ പോലീസ് ഉണ്ട്, CRPF ഉണ്ട്. അങ്ങനെ
ഇത്രയധികം മനുഷ്യരെ കൊന്നു തള്ളിയവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ എന്നുള്ള കാര്യം പറയേണ്ടി വരും. പണ്ട് ഇവരുടെ കണക്ക് 10,000 കേഡർമാരും അതോടൊപ്പം തന്നെ 40,000 സിവിൽ മിലിഷ്യ ഗ്രൂപ്പും ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ് അത് 1000 കേഡറുകളും 4,000 സിവിൽ മിലിഷ്യ ഗ്രൂപ്പും എന്ന രീതിയിലേക്ക് താഴ്ന്നിട്ടുണ്ട്. അതായത് ഇവരുടെ അന്ത്യം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓപ്പറേഷൻ സമാധാനം നരേന്ദ്രമോദി സർക്കാരിനുമാണ് അതിന്റെ മുഴുവൻ ക്രെഡിറ്റും. എന്തായാലും ഛത്തീസ്ഗഡിലെ ഭയം ഭരിക്കുന്ന ഗ്രാമങ്ങളിലേക്കാണ് എസ് ശ്രീകാന്തും സംഘവും കടന്നു ചെന്നത്. അവിടെ നിന്ന് ലഭിച്ച അനുഭവങ്ങളും കണ്ട ഭയാനകമായ കാഴ്ചകളുമാണ് ശ്രീകാന്ത് പങ്കുവച്ചത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഇടവേള. 2026 ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് താൽക്കാലിക സർക്കാർ. പ്രതിഷേധങ്ങളെ തുടർന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഭാരതത്തിൽ അഭയം തേടിയതിന്റെ വാർഷികത്തിലാണ് പ്രഖ്യാപനം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 5-നാണ് ഷെയ്ഖ് ഹസീന കലാപത്തെ തുടർന്ന് രാജ്യം വിട്ടത്. താൽക്കാലിക സർക്കാർ മേധാവി മുഹമ്മദ് യൂനുസാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യം അറിയിച്ചത്. റംസാന് മുൻപ് തെരഞ്ഞെടുപ്പ് നടത്താൻ ഇലക്ഷൻ കമ്മീഷന് കത്തെഴുതുമെന്ന് മുഹമ്മദ് യൂനുസ് അറിയിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഐസൻ ജോസാണ് നമുക്കൊപ്പം ഉള്ളത്. ഐസൻ, തെരഞ്ഞെടുപ്പ് 2026 ഫെബ്രുവരിയിലാണ് എന്നാണ് പ്രഖ്യാപനം. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഫെബ്രുവരിയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടത്താനായി ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തെഴുതുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായ ഒരു ചടങ്ങിൽ തന്നെ, അതായത് ജൂലൈ ഡിക്ലറേഷൻ എന്ന രീതിയിൽ എന്ത് രീതിയിലാണ് ഈ രാജ്യം മുന്നോട്ട് പോകുക എന്ന രീതിയിലുള്ള ഒരു വിശദീകരണം നടന്നിരുന്നു ധാക്കയിൽ. ആ ധാക്ക മധ്യത്തിൽ നടത്തിയിരുന്ന പൊതുജനങ്ങൾക്ക് മുൻപാകെ നടത്തിയ ഈ വിശദീകരണത്തിലാണ് ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്നൊരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഓഗസ്റ്റിൽ ഇത്തരത്തിൽ ഷെയ്ഖ് ഹസീനയെ ശക്തമായ പ്രതിഷേധങ്ങളുടെ പിന്നാലെ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ നമുക്ക് അറിയാവുന്നതുമാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിന്ന് ഒരു വർഷം തികഞ്ഞ പശ്ചാത്തലത്തിലാണ് കാവൽ സർക്കാർ അല്ലെങ്കിൽ അഡ്വൈസർ എന്ന പദവിയിലുള്ള മുഹമ്മദ് യൂനുസും പഴയ നോബൽ സമ്മാന ജേതാവ് കൂടിയായ മുഹമ്മദ് യൂനുസ് ഇത്തരം ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത്. നിരവധിയായ വിഷയങ്ങൾ ഇതിന് പിന്നാലെയുണ്ട്. അവാമി ലീഗിന്റെ സാന്നിധ്യമില്ലാതെയാണ് ഈ പ്രഖ്യാപനം നടന്നത് എന്നത് അതീവ ഗൗരവമായ ഒരു വിഷയമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുതയായി തുടരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. തുടർച്ചയായി നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഹിന്ദുക്കൾക്കെതിരായ കലാപങ്ങളും അതുപോലെ തന്നെ മറ്റു ഉപദ്രവങ്ങളും കാര്യമായി നടന്നൊരു മേഖല കൂടിയാണ് ബംഗ്ലാദേശ്. ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പല രീതിയിലും യുഎനും അമേരിക്കയും അതുപോലെ തന്നെ ഭാരതത്തിൽ സർക്കാരിന്റെ നിലപാടുകളെല്ലാം തന്നെ അതിശക്തമായി ഹിന്ദു കമ്മ്യൂണിറ്റിക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ നിലവിൽ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സങ്കീർണമായ ഒരു പശ്ചാത്തലം, ഒരു സാമൂഹ്യ പശ്ചാത്തലം കൂടി അവിടെ നിലനിൽക്കുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നത് ഏറെ ഗൗരവത്തോടെ നോക്കി കാണുന്നുണ്ട്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയുടെ പ്രാതിനിധ്യം ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്നതും ഗൗരവമേറിയ ഒരു ചർച്ചാ വിഷയമാണ്. നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങണമെന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള ആവശ്യങ്ങൾ ശക്തമായി മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. നേരത്തെ കുറെ കൂടി വൈകി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു തീരുമാനമായിരുന്നു പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ ഫെബ്രുവരിയിൽ അത് നടക്കുമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു 45 ദിവസത്തെ ഇടവേള ഉണ്ടായിരിക്കും അത് തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ നൽകുന്നതിനും അത് പ്രചരണത്തിനുമെല്ലാം. അത്തരത്തിലൊരു സാഹചര്യം കൂടി കണക്കാക്കുമ്പോൾ ഏറെ വൈകിയല്ല തെരഞ്ഞെടുപ്പ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്നത് ഒരു കൃത്യമായ ജനാധിപത്യവൽക്കരണത്തിന്റെ ഭാഗമായി തന്നെ കണക്കാക്കുന്നുണ്ട്. മാത്രമല്ല, പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് കാര്യമായി വരുന്നൊരു പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനും ഈ നീക്കങ്ങൾക്കും ചില അന്താരാഷ്ട്ര പ്രാധാന്യമുണ്ടെന്നും ചില നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതെല്ലാം തന്നെ വിശദമായി ചുരുളഴിഞ്ഞു വരുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ളൊരു രാജ്യത്തിന്റെ രീതിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. എന്താണ് ജനഹിതമെന്ന് അറിയാനുള്ള അവസരം വന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് താൽക്കാലിക സർക്കാർ. 2026 ഫെബ്രുവരിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി പോകുന്നത് ഡൽഹിയിലേക്കാണ്. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി രാജ്യ തലസ്ഥാനത്ത് നിർമ്മിച്ച കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. ആഭ്യന്തരം, വിദേശകാര്യം, ഗ്രാമവികസനം, പെട്രോളിയം എന്നീ മന്ത്രാലയങ്ങളാണ് കർത്തവ്യ ഭവനിൽ പ്രവർത്തിക്കുക. 1.5 ലക്ഷം സ്ക്വയർ മീറ്ററിൽ 7 നിലകളായിട്ടാണ് കർത്തവ്യ ഭവൻ നിർമ്മിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, എപ്പോഴാണ് ചടങ്ങുകൾ? ഇന്നുച്ചയ്ക്ക് 12:15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർത്തവ്യ ഭവൻ രാഷ്ട്രത്തിന് സമർപ്പിക്കും.
അതിൽ വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, ഗ്രാമവികസന മന്ത്രാലയം, പെട്രോളിയം മന്ത്രാലയം ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ഓഫീസുകൾ ഇനി മുതൽ അവിടെയായിരിക്കും പ്രവർത്തിക്കുക. 1.5 ലക്ഷം സ്ക്വയർ മീറ്ററിലാണ് ഇത് പണിതിട്ടുള്ളത്. 7 നിലകളിലായാണ് ഈ കെട്ടിടം പണിതുയർത്തിയിട്ടുള്ളത്. ഇതിന് പലവിധ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. അതായത് 1.5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള അത്യാധുനിക സമുച്ചയമാണിത്. അതോടൊപ്പം തന്നെ ഇതിൽ ആഭ്യന്തര മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, ഗ്രാമവികസന മന്ത്രാലയം, പെട്രോളിയം മന്ത്രാലയം, പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസറുടെ ഓഫീസ് എന്നിവ പ്രവർത്തിക്കും എന്നും പറയുന്നുണ്ട്. മാത്രമല്ല പുതിയ മന്ദിരം ആധുനിക ഭരണനിർവഹണത്തിന് അനുയോജ്യമായ മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ളതാണ് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. ഇതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മുൻപുണ്ടായിരുന്ന ഈ പല കെട്ടിടങ്ങളും ഒക്കെ തന്നെ കാലഹരണപ്പെട്ടതാണ്. 1950-നും 1970-നും ഇടയിൽ നിർമ്മിച്ചതാണ് ഇപ്പോഴുള്ള ശാസ്ത്രി ഭവൻ, കൃഷിഭവൻ, ഉദ്യോഗ് ഭവൻ, നിർമ്മാൺ ഭവൻ തുടങ്ങിയ കെട്ടിടങ്ങളെല്ലാം. അവയെല്ലാം തന്നെ മാറ്റി ഏറ്റവും അത്യാധുനികമായ പുതിയ കെട്ടിടങ്ങൾ ഇതാ രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ പോകുന്നു. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ കൃത്യനിഷ്ഠയോടെ ജോലികൾ ചെയ്യുന്നതിന്, രാജ്യസേവനത്തിനായാണ് ഈ കെട്ടിടങ്ങൾ പണിതുയർത്തിയിട്ടുള്ളത്. സെൻട്രൽ വിസ്റ്റ പ്രൊജക്ടിന്റെ ഭാഗമായാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണം നടന്നതും. പ്രധാനമന്ത്രി 12:15 രാഷ്ട്രത്തിന് ഇവ സമർപ്പിക്കും. ശരി ശ്രീകാന്ത്, രാജ്യ തലസ്ഥാനത്ത് നിർമ്മിച്ച കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ്. ആഭ്യന്തരം, വിദേശകാര്യം, ഗ്രാമവികസനം, പെട്രോളിയം എന്നീ മന്ത്രാലയങ്ങളാണ് കർത്തവ്യ ഭവനിൽ പ്രവർത്തിക്കുക. എസ് ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനിയൊരു ഇടവേള. പലസ്തീനെ അംഗീകരിക്കാനുള്ള വിവിധ രാഷ്ട്രങ്ങളുടെ തീരുമാനം ബന്ദികളുടെ മോചനം വൈകിപ്പിക്കുന്നുവെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സർ. ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ കൌൺസിൽ പ്രത്യേക യോഗത്തിന് മുന്നോടിയായി യുഎന്നിൽ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ നിലവിൽ വന്നിട്ടില്ലാത്ത പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള തീരുമാനം യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനും വെടിനിർത്തൽ സാധ്യത വൈകിപ്പിക്കാനും വഴിവെക്കുമെന്നും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു. There are countries that acted also in this building to pressure Israel instead of Hamas during sensitive days in the negotiations by attacking Israel, campaigning against Israel, and their announcement on a recognition of the virtual Palestinian state. They gave Hamas free gifts and an incentive to continue this war. They directly assassinated the hostage deal and ceasefire. Let me be clear, these countries prolonged the war. വിവരങ്ങളുമായി ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നമ്മൾ കേട്ട അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഗിഡോൺ സാറിന്റെ യുഎന്നിലെ പ്രസംഗത്തിൽ നിന്ന് തന്നെ കൃത്യമായ വിമർശനങ്ങളും ശക്തമായ ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പാലസ്തീൻ എന്ന സ്റ്റേറ്റിനെ, അതായത് വെർച്വൽ സ്റ്റേറ്റിനെ, അതായത് യാഥാർത്ഥ്യമല്ലാത്ത ഒരു സാങ്കല്പിക രാഷ്ട്രത്തെ അംഗീകരിച്ചത് വഴി ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഫ്രാൻസും അതുപോലെ തന്നെ ബ്രിട്ടനും അതിന് പിന്നാലെ കാനഡയും കൈക്കൊണ്ടത് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു. അതുപോലെ മറ്റു പല രാജ്യങ്ങളും അത്തരം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതും ആ തരത്തിൽ തന്നെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അത്തരത്തിലൊരു തീരുമാനം എടുത്തത് ഹമാസിനെ ഒരു ഫ്രീ ഗിഫ്റ്റായി, അല്ലെങ്കിൽ അത് ഹമാസിന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നതിനെ, തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണങ്ങൾ തുടരുന്നതിനെ ഒരു സൗജന്യമായ ഒരു പിന്തുണ നൽകുന്ന ഒരവസ്ഥയായി മാറുകയും അത് വെടിനിർത്തലിനെയും അതുപോലെ തന്നെ ഈ പ്രശ്നം യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതയും ഇല്ലാതാക്കുകയാണ് ചെയ്തതെന്നും അത് സമാധാന ശ്രമങ്ങളെ കൂട്ടക്കൊല നടത്തുന്നതിന് സമാനമായി അല്ലെങ്കിൽ കൊന്നൊടുക്കുന്നതിന് സമാനമായ ഒരു നീക്കമാണ് നടത്തിയത് എന്നും വളരെ കൃത്യമായി ഗിഡോൺ സാർ പറയുകയാണ്. അതായത് ഈ 3 രാജ്യങ്ങൾ, പാലസ്തീനെ അംഗീകരിക്കാനുള്ള നീക്കം നടത്തിയ 3 രാജ്യങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ നിലപാട് പുറത്തു പറഞ്ഞ 3 രാജ്യങ്ങളും ആ ഹമാസിന്റെ അതിക്രമങ്ങളെ അംഗീകരിക്കുകയും അതിക്രമങ്ങൾ തുടരാനുള്ള ഒരു സാധ്യത തുറന്നു വയ്ക്കുകയുമാണ്. മാത്രമല്ല ബന്ദികളുടെ മോചനം സംബന്ധിച്ച് വലിയൊരു തെറ്റാണ് ഈ രാജ്യങ്ങൾ ഈ പ്രഖ്യാപനത്തിലൂടെ ചെയ്തതെന്നും ബന്ദികളുടെ മോചനം വൈകിപ്പിക്കാൻ മാത്രമാണ് ഈ നിലപാട് പ്രയോജനപ്പെട്ടത് എന്നും വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന UN ജനറൽ അസംബ്ലിയിലാണ് ഈ നിലപാടുകൾ തങ്ങൾ സ്വീകരിക്കുക എന്ന് ബ്രിട്ടനും കാനഡയും അതുപോലെ തന്നെ ഫ്രാൻസും, നേരത്തെ തന്നെ ഫ്രാൻസും വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങൾ ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന നിലപാട് ഹമാസിനെ അനുകൂലമായ, അല്ലെങ്കിൽ ഹമാസിന്റെ അതിക്രമങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം UN-ൽ തന്നെ കൃത്യമായി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി ഐസൺ.
രാവിലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് വളരെ ആക്റ്റീവാണ്. നിരവധി പ്രേക്ഷകർ ആശംസയും ഗുഡ് മോർണിംഗും ഒക്കെ അറിയിക്കുന്നുണ്ട്. വാർത്തകളുടെ ഒരു ഒഴുക്ക് കാരണമാണ് കമൻസ് വായിക്കാത്തത്. എന്തായാലും നമുക്ക് വരും മണിക്കൂറിൽ കമൻസൊക്കെ നോക്കാം. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഹിരോഷിമ ദുരന്തത്തിൻ്റെ വെന്തുരുകുന്ന ഓർമ്മകൾക്ക് 80 വയസ്സ്. രണ്ടാം ലോക യുദ്ധത്തിനിടെ അമേരിക്ക വർഷിച്ച ആറ്റം ബോംബ് കവർന്നെടുത്തത് നിരപരാധികളായ ജനങ്ങളുടെ ജീവനാണ്. 8 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുകയാണ് ഹിരോഷിമയിലെ പാവപ്പെട്ടവർ. ഇപ്പോൾ സമയം 8:15. ഹിരോഷിമയ്ക്ക് മുകളിലൂടെ പറന്ന അമേരിക്കൻ വിമാനങ്ങൾ ഒരു സ്പെഷ്യൽ ബോംബിട്ടു. ഹിരോഷിമയെ ഇത് പൂർണ്ണമായി തകർത്തിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചതായാണ് വിവരം. 1945 ഓഗസ്റ്റ് 6 ഈ വാർത്ത കേട്ടാണ് ലോകം ഞെട്ടിത്തരിച്ചത്. ഹിരോഷിമയിലെ സർവനാശം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പത്രപ്രവർത്തകൻ സതോഷി നാക്കാമുറയുടെ വാക്കുകളാണിവ. അമേരിക്കൻ വ്യോമസേനയുടെ B-29 ബോംബർ വിമാനമായ എനോള ഗേയിൽ നിന്നാണ് ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിൽ പതിച്ചത്. 12,500 ടൺ TNTയുടെ പ്രഹരശേഷിയുള്ള ഈ ബോംബ് ഹിരോഷിമയിലെ നിരപരാധികളായ 1.5 ലക്ഷത്തോളം പേരുടെ ജീവൻ കവർന്നെടുത്തു. 40,000 അടി ഉയരത്തിൽ വരെ പുകപടലം ഉയർന്നിരുന്നു. ആണവ വികിരണത്താൽ 30,000-ത്തിലധികം ആളുകൾക്ക് ഗുരുതര പൊള്ളലേറ്റു. ജീവച്ഛവമായി പിന്നീടുള്ള നാളുകൾ ഉണ്ടിത്തള്ളിയാണ് അവർ ജീവിച്ചത്. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ച സ്ഥലമാണ് ഹിരോഷിമ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കീഴടങ്ങാത്ത ജപ്പാനെ വരിഞ്ഞു മുറുക്കാൻ അമേരിക്ക കണ്ടെത്തിയ ഏക മാർഗമായിരുന്നു ലിറ്റിൽ ബോയ് എന്ന ആണവായുധം. സ്ഫോടനത്തിന്റെ പ്രകമ്പനം 10 കിലോമീറ്റർ ചുറ്റളവിലും ഉണ്ടായി. ആണവ വികിരണത്തിന്റെ അനന്തരഫലങ്ങൾ കത്തിച്ചാമ്പലായ ഹിരോഷിമയിൽ പിന്നീടുണ്ടാവുന്ന ജീവന്റെ തുടിപ്പുകളും അനുഭവിച്ചു. ക്യാൻസറും അംഗവൈകല്യങ്ങളും ബാധിച്ച് നിരവധി പേർ മരിച്ചു. ഇന്നും ആണവ വികിരണത്തിന്റെ അനന്തരഫലങ്ങളാൽ ആളുകൾ മരിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. 80 വർഷങ്ങൾ പിന്നിട്ടിട്ടും നടുക്കുന്ന ഓർമ്മയായി ഓരോ മനുഷ്യ മനസ്സിലും നിലകൊള്ളുകയാണ് ഹിരോഷിമ ദുരന്തം. ന്യൂസ് ഡെസ്ക് ജനം. പുത്തൻപുലരി ആദ്യ 1 മണിക്കൂർ പിന്നിടുമ്പോൾ നമുക്ക് ഈ മണിക്കൂറിലെ തലക്കെട്ടുകൾ നോക്കാം. ഉത്തരാഖണ്ഡ് മേഘ വിസ്ഫോടനത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ. 100-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നതായി സൂചന. നേതൃത്വം നൽകി സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും. ഉത്തരാഖണ്ഡിലേക്ക് പുറപ്പെട്ട ജനം TV സംഘം അടക്കമുള്ള മാധ്യമപ്രവർത്തകർ വഴിയിൽ കുടുങ്ങിയിരിക്കുന്നു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വടകര കോട്ടക്കലിൽ തോണി മറിഞ്ഞ് ഒരാളെ കാണാതായി. തിരുവനന്തപുരം CPIയിൽ ജാതി വിവാദം. പാർട്ടിയിലും സർക്കാർ പദവികളിലും ഈഴവർക്കും ദളിത് വിഭാഗങ്ങൾക്കും അവഗണനയെന്ന ആരോപണം. പരാതി പരിഹരിച്ചില്ലെങ്കിൽ പാർട്ടി NSS കരയോഗം കമ്മിറ്റിയായി മാറുമെന്ന് പരിഹാസം. ജൈനമ്മ തിരോധാന കേസിൽ ഇന്ന് ഈരാറ്റുപേട്ടയിൽ തെളിവെടുപ്പ്. സെബാസ്റ്റ്യനെ ജൈനമ്മയുടെ മൊബൈൽ ചാർജ് ചെയ്ത കടയിലെത്തിച്ച് തെളിവെടുക്കും. കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കാൻ അന്വേഷണ സംഘം. ക്രൈസ്തവ പുരോഹിതരിൽ ചിലർക്ക് കമ്മ്യൂണിസ്റ്റ് ഭീകര രാജ്യവിരുദ്ധ ബന്ധങ്ങളെന്ന റിപ്പോർട്ടുകൾ. സഭയിൽ വിമത സ്വരങ്ങൾക്ക് പിന്നിൽ ഇത്തരം സംഘടനകളെന്നും ആരോപണം. ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് 2023 വത്തിക്കാന് നൽകിയ റിപ്പോർട്ട് വീണ്ടും ചർച്ച. അടുത്ത വർഷം
ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ബംഗ്ലാദേശിലെ താൽക്കാലിക സർക്കാർ. റംസാന് മുൻപ് ഇലക്ഷൻ കമ്മീഷന് കത്തെഴുതുമെന്ന് മുഹമ്മദ് യൂനുസ്. പ്രഖ്യാപനം ഷെയ്ഖ് ഹസീന ഭാരതത്തിൽ അഭയം തേടിയതിന്റെ വാർഷികത്തിൽ. ഇനി പുത്തൻപുലരി കൊച്ചിയിലേക്കാണ് പോകുന്നത്. ക്രൈസ്തവ പുരോഹിതരിൽ ചിലരുടെ കമ്മ്യൂണിസ്റ്റ് ഭീകര രാജ്യവിരുദ്ധ ബന്ധങ്ങൾ വെളിപ്പെടുത്തി കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. വിമത വിഭാഗത്തിൽ ചിലർക്ക് തീവ്ര സ്വഭാവമുള്ള ക്രൈസ്തവ വിരുദ്ധ സംഘടനകളുടെ സഹായവും ലഭിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് 2023 വത്തിക്കാന് നൽകിയ റിപ്പോർട്ട് വീണ്ടും ചർച്ചയാകുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ ആൻഡ്രൂസ് താഴത്ത് ബിഷപ്പിന്റെ ഈ 2023 റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത്. ജിജീഷ്, രാഗി, നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ചില വൈദികർക്കുള്ള ബന്ധങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനടക്കം പരാതികൾ നൽകിയിരുന്നു. ആ പരാതികൾ ഒന്നുകൂടി ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ആൻഡ്രൂസ് താഴത്ത് നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നത് നിലവിൽ പരാതി മുന്നോട്ട് പോയിരിക്കുന്നത്, അതെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം വത്തിക്കാന് നൽകിയിരിക്കുന്ന, അന്നത്തെ മാർപ്പാപ്പയ്ക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ സഭാവിരുദ്ധമായ ചില സംഘടനകളുമായി, പ്രത്യേകിച്ച് തീവ്ര സ്വഭാവമുള്ള ചില സംഘടനകളുമായി വൈദികരിൽ പലർക്കും ബന്ധമുണ്ട്. സഭയ്ക്കകത്ത് നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ അല്ലെങ്കിൽ സഭയെ തകർക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. അത് സഭയുമായി ബന്ധപ്പെട്ട, ചർച്ചുമായി ബന്ധപ്പെട്ട സംഘടനകളിൽ നിന്നാണ്. ഒപ്പം തന്നെ ഇതിന് ഘടകവിരുദ്ധമായ ചില സംഘടനകളും, അല്ലെങ്കിൽ സഭയുമായി ചേർന്ന് നിൽക്കാത്ത, ചർച്ചുമായി ചേർന്ന് നിൽക്കാത്ത എന്നാൽ അതിതീവ്ര സ്വഭാവമുള്ള ഭീകരവാദ സ്വഭാവമുള്ള സംഘടനകൾ ഉണ്ട്. ആ സംഘടനകളുമായി അടുപ്പം പുലർത്തുന്നു. ആ സംഘടനകളുടെ നേതാക്കളുമായും പ്രവർത്തകരുമായും തന്നെ അടുപ്പം പുലർത്തുന്ന ആളുകളുണ്ട് വൈദികരിൽ ചിലരിൽ എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളാണ് വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്, സഭയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന കാര്യങ്ങളാണ് ഈ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 2023 ഈ ഒരു വിശദമായ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും സഭ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വത്തിക്കാന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഓരോ വിഷയങ്ങളും പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അതിലാണ് ഇത്ര കൃത്യമായി തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ മറ്റു ചില സംഘടനകളുടെ ബന്ധങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധ സ്വഭാവമുള്ള സംഘടനകളുമായി എങ്ങനെയാണ് ചില വൈദികർ അടുപ്പമുണ്ടാക്കുന്നത് എന്ന കാര്യങ്ങൾ ഈ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ആ റിപ്പോർട്ടിന് ശേഷം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. മാത്രമല്ല, മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് ആ സമയത്ത് സംസ്ഥാന പോലീസിനും സംസ്ഥാന DGPക്കും അടക്കമായിരുന്നു ആ ഒരു ഘട്ടത്തിൽ പരാതികൾ ലഭിച്ചിരുന്നത്. എന്നാൽ അവിടെയും കൃത്യമായ അന്വേഷണമോ പരിശോധനകളോ ഒന്നും തന്നെ നടന്നില്ല. തുടർന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒപ്പം തന്നെ നേരത്തെ ആൻഡ്രൂസ് താഴത്തിന്റെ റിപ്പോർട്ടും എല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ കൃത്യമായി തന്നെ ഒരു നിഗമനത്തിലെത്താൻ കഴിയും. വൈദികരിൽ ചിലരെങ്കിലും തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ കൃത്യമായി തന്നെ അല്ലെങ്കിൽ അവരുടെ തണലിൽ മുന്നോട്ട് പോകുന്നു, അവരുടെ ചില ഉപകരണങ്ങളായി മാറുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ്. അത് സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മാത്രമല്ല, ചില സ്ഥാപിത ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൂടിയാണ് അത്തരം പ്രവർത്തനങ്ങൾ എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. കാരണം രാജ്യത്ത് നടന്നിട്ടുള്ള പല സമരങ്ങളിലും, പ്രത്യേകിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സമരങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ നുഴഞ്ഞു കയറിയിരുന്നു. ആ സംഘടനകളുടെ വലിയൊരു സാന്നിധ്യം അതിലെല്ലാം തന്നെ കാണാൻ കഴിഞ്ഞു. മാത്രമല്ല, കൊച്ചിയിൽ നടന്നിട്ടുള്ള സമരങ്ങളിലും ഇത്തരത്തിൽ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ, അർബൻ മാവോയിസ്റ്റുകളുടെ പങ്കാളിത്തം എല്ലാം തന്നെ വ്യക്തമായിരുന്നു. ഈ അർബൻ മാവോയിസ്റ്റുകളുടെ പ്രധാന പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത് കൊച്ചിയാണ്. കൊച്ചിയിൽ പല ഘട്ടങ്ങളിലായി നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കോടതി ജംഗ്ഷൻ, വഞ്ചി സ്ക്വയറിലെല്ലാം നിരവധി പരിപാടികൾ, പ്രതിഷേധങ്ങൾ എന്ന പേരിൽ, ഒപ്പം തന്നെ പ്രതിഷേധ കൂട്ടായ്മകൾ എന്ന പേരിലെല്ലാം തന്നെ ഈ അർബൻ മാവോയിസ്റ്റ് സംഘടനകൾ നടത്തുകയും ചെയ്തു. ഇത്തരത്തിലുള്ള അർബൻ മാവോയിസ്റ്റുകൾ ഈ വിമതരിൽ ചില ആളുകളുമായി അല്ലെങ്കിൽ ഇവരെ സഹായിക്കുന്ന ആളുകളുമായി കൃത്യമായി തന്നെയുള്ള അടുപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് പല സമരങ്ങളിലും നുഴഞ്ഞു കയറാനുള്ള അവസരങ്ങൾ ഉണ്ടായത് എന്ന ആരോപണമാണ് ശക്തമായിരിക്കുന്നത്. അത് സംബന്ധിച്ച് തന്നെയുള്ള വിശദമായ ഒരു പരാതിയായിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയത് എങ്കിൽ ഇവിടെ ആൻഡ്രൂസ് താഴത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി പ്രധാനമായും സഭയ്ക്ക് മുന്നിലെത്തുമ്പോൾ, സഭയുടെ കേന്ദ്ര
വത്തിക്കാനത്തിന് മുന്നിൽ വത്തിക്കാനിലേക്ക് നീങ്ങുമ്പോൾ അവിടെയും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ച് നിലവിൽ ഒരു പരാതി നൽകുകയും ആ പരാതിയിൽ അന്വേഷണത്തിനുള്ള സാധ്യതകളെല്ലാം തെളിയുകയും ചെയ്യുമ്പോൾ മുമ്പ് നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ട് ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. അത് സഭയ്ക്കകത്തും വൈദികർക്കിടയിലും മറ്റു പുരോഹിത വൃന്ദത്തിലുമെല്ലാം തന്നെ അത് വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്കും ഒപ്പം തന്നെ സഭയ്ക്കകത്തുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കും എല്ലാം തന്നെ ഒരു വഴിയൊരുക്കുന്ന ഒരു ഘടകമായി മാറുകയും കൂടി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം വിശദമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. പ്രത്യേകിച്ച് ചില വൈദികരുടെ കമ്മ്യൂണിസ്റ്റ് തീവ്ര ആശയക്കാരുടെ കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായുള്ള ബന്ധത്തിൽ വിശദമായ തന്നെയുള്ള അന്വേഷണം വേണം. അത്തരത്തിൽ പ്രവർത്തിച്ചത് ആരെല്ലാമാണ്, അതുമായി ബന്ധപ്പെട്ട ഫണ്ട് വരവുകൾ ഉണ്ടായിട്ടുണ്ടോ, ഫണ്ട് കൈമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം രാജ്യവിരുദ്ധ സംഘടനകളിൽ നിന്ന് പണം വാങ്ങുകയും അത് കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് നൽകുകയും ചെയ്തു എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് സഭയ്ക്കകത്ത് നിന്ന് തന്നെയുള്ള ചില വിശ്വാസികൾ കൃത്യമായി ആ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പരാതിയിൽ സമഗ്രമായ ഒരു അന്വേഷണം എന്ന ആവശ്യം കൂടിയാണ് ഇവിടെ ഉയരുന്നത്. ശരി ജിജീഷ്, ക്രൈസ്തവ പുരോഹിതരിൽ ചിലരുടെ മാവോയിസ്റ്റ് രാജ്യവിരോധ ബന്ധങ്ങൾ വെളിപ്പെടുത്തുകയാണ്. കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്ത് വരികയാണ്. വിമത വിഭാഗത്തിൽ ചിലർക്ക് തീവ്ര സ്വഭാവമുള്ള ക്രൈസ്തവ വിരുദ്ധ സംഘടനകളുടെ സഹായവും ലഭിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് തന്നെയാണ്. ഇദ്ദേഹം ഇത് സംബന്ധിച്ച് 2023 വത്തിക്കാൻ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടാണ് വീണ്ടും ചർച്ചയാകുന്നത്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മമതാ ബാനർജി സർക്കാരിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് സംവിധായകൻ വിവേക് അഗ്നിഹോത്രി ബംഗാൾ ഫയൽസ് റിലീസ് തടസ്സപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നു, ചരിത്രത്തെ ഭയപ്പെടുന്നവരാണ് ഇതിന് പിന്നിലെന്നും എന്ത് വിധേനയും സിനിമ പുതുതലമുറയിലേക്ക് എത്തിക്കുമെന്നും വിവേക് അഗ്നിഹോത്രി പ്രതികരിച്ചു. ബംഗാൾ പോലീസ് രജിസ്റ്റർ ചെയ്ത വിവിധ FIRകൾ സ്റ്റേ ചെയ്ത കൊൽക്കത്ത ഹൈക്കോടതി നടപടിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യ പ്രതികരണം കാണാം. Ruling party wants to trap us with so many legal hassles, so many legal battles, so that we cannot focus on the promotion of the film. I must tell you something. This strategy has been deployed by them for a very, very long time. But you have to ask few questions. Why do they want to suppress our voice? Why they don't want this dark chapter of Indian history, of the past and of the present of Murshidabad to come out in public domain? Are they against me? Are they against the film? Or are they against the truth? Friends, I have finished the film. It has taken a lot from us. We have put in whatever we had to make this very, very difficult film. We were not allowed to shoot in Bengal. We had to shoot the entire film in Bombay. Now, with our limited resources, we want this film to reach every citizen of India, especially the young people. No wonder that all the Gen Z and the young people are flocking the theatres and they are discovering this hidden truth of Bengal. വിവരങ്ങളുമായി ശ്രീകാന്ത് നമുക്കൊപ്പം ഉണ്ട്. ശ്രീകാന്ത്, അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു വസ്തുതയുണ്ട്. ചരിത്രത്തെ ഭയപ്പെടുന്നവരാണ് ഇതിന് പിന്നിൽ. എന്തിനാണ് ഇത്തരത്തിൽ നിങ്ങൾ പുതു തലമുറയിലേക്ക് ഈ സിനിമ എത്തരുത് എന്ന് വാശി പിടിക്കുന്നത്? അങ്ങനെ ഗുരുതരമായ ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൂടുതലായി ചൂണ്ടിക്കാട്ടുന്നത് ശ്രീകാന്ത്? രാജ്യമാകെ ഏറ്റെടുത്ത കശ്മീർ ഫയൽസിന്റെ സംവിധായകൻ വീണ്ടും പുറത്തിറക്കുന്ന ചിത്രമാണ് ഈ ബംഗാൾ ഫയൽസ് എന്ന് പറയുന്നത്. അതായത് ബംഗാളിലെ ഹിന്ദു ജനസൈഡുമായി ബന്ധപ്പെട്ട എല്ലാത്തരം വിശദാംശങ്ങളും ഉൾപ്പെടുന്ന ഒരു കമേഴ്ഷ്യൽ പടം, ചലച്ചിത്രം എന്ന് തന്നെ പറയാവുന്നതാണ് ഈ ചിത്രം എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ബംഗാളിലെ മമതാ ബാനർജി സർക്കാർ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ അണിയറ പ്രവർത്തകരെയും കള്ളക്കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നത്. ഈ ചിത്രം തുടങ്ങിയ സമയം മുതൽ തന്നെ ഈ ചിത്രത്തിനെതിരെ നിരവധി FIRകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബംഗാളിൽ ഈ സിനിമ ഷൂട്ട് ചെയ്യാനുള്ള അനുമതി പോലും നൽകിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ആ ചിത്രം പുറത്തിറങ്ങാതിരിക്കാനുള്ള ശ്രമം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും നടക്കുകയും ചെയ്യുന്നു. പക്ഷേ അടുത്തിടെ കൊൽക്കത്ത ഹൈക്കോടതി ഈ എടുത്ത FIRകളൊക്കെ തന്നെ റദ്ദാക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയും ചെയ്തു. എന്ത് വില കൊടുത്തും ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം ബംഗാൾ കണ്ടത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ, അതിനു മുൻപേ ബംഗാളിൽ ഇങ്ങനെ തന്നെയാണ്. 1905 വിഭജന കാലം തൊട്ട് തുടങ്ങിയ ദുരിതമാണ് ബംഗാളിൻ്റേത്. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നും ബംഗാൾ വലിയ തോതിൽ തിരിച്ചടികൾ നേരിട്ടു, വലിയ ക്രൂരത നേരിട്ടു. കാരണം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഈറ്റില്ലം കൂടിയായിരുന്നു ഈ ബംഗാൾ എന്ന് പറയുന്നത്. അതിനുശേഷം CPIM
സർക്കാർ അവിടെ അധികാരത്തിൽ വന്നു. ഏതാണ്ട് 30 വർഷത്തോളം ഈ ഇടത് സർക്കാർ അവിടെ ഭരിച്ചു. ചോര കൊണ്ടവർ ബംഗാളിനെ അഭിഷേകം ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. സൈൻബാരി കൂട്ടക്കൊലയും അതോടൊപ്പം തന്നെ നന്ദിഗ്രാം കൂട്ടക്കൊലയും ഒക്കെ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നം പോലെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ എത്തിയ മമതാ ബാനർജിയും ഈ കൊലപാതകത്തിലും ബലാത്സംഗത്തിലും അവരൊരു സ്ത്രീയാണ് എന്ന് ഓർക്കണം. ആ സ്ത്രീ ആയിരുന്നിട്ട് കൂടി അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിന് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വഴിയൊരുക്കി കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും ബലാത്സംഗവും നിറഞ്ഞ ഹിന്ദുക്കൾക്കെതിരായ ഹിന്ദു ജനസൈഡ് നടന്ന ബംഗാളിന്റെ യഥാർത്ഥ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് വിവേക് അഗ്നിഹോത്രി ശ്രമിച്ചത്. അത് തടയാൻ ഒരു വശത്ത് മമതാ ബാനർജിയുമുണ്ട്. ഇവരൊക്കെയാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലന്മാർ എന്നോർക്കുമ്പോഴാണ് അതിന്റെ വിരോധാഭാസം മനസ്സിലാകുന്നതും. എന്തായാലും അദ്ദേഹം ഇപ്പോൾ US-ലാണ്, പ്രൊമോഷൻ പരിപാടികളിലാണ്. ചിത്രം എന്തായാലും പൊതുജനങ്ങൾക്ക് മുന്നിലെത്തും. ആ ഉറപ്പ് വിവേക് അഗ്നിഹോത്രി നൽകുന്നു. ശരി ശ്രീകാന്ത്, എന്തായാലും അന്ന് കേരള സ്റ്റോറി ആയിരുന്നുവെങ്കിൽ ഇന്ന് ബംഗാൾ ഫയൽസ് ആണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സാഹചര്യങ്ങളെല്ലാം തന്നെ ഒരുപോലെയാണ്, സെയിമാണ് എന്നുള്ളതാണ്. മമതാ ബാനർജി സർക്കാരിന്റെ രൂക്ഷ ഭാഷയിലാണ് സംവിധായകൻ വിവേക് അഗ്നിഹോത്രി വിമർശിക്കുന്നത്. ബംഗാൾ ഫയൽസ് റിലീസ് തടസ്സപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തിനാണ് ഇവരൊക്കെ ചരിത്രത്തെ ഭയപ്പെടുന്നത് എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇനിയൊരു ഇടവേള. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. റെഡ് അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് ശ്രീനന്ദ SP ആണ് നമുക്കിപ്പം ഉള്ളത്. ശ്രീനന്ദ, 2 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത്. എങ്ങനെയാണ് മഴയുടെ ഒരു അന്തരീക്ഷം? രാഖി, ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. 2 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ഈ ഒരു മണിക്കൂറിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ മഴ തന്നെയായിരിക്കും അടുത്ത 3 മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. തീരപ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിൽ ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ മഴയ്ക്കും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതകളുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ അതിശക്തമായ മഴ തന്നെയാണ് തുടരുക. ഇപ്പോൾ തലസ്ഥാനത്ത് നല്ലൊരു അന്തരീക്ഷമാണ്. പക്ഷേ മണിക്കൂറുകൾ മാറുന്തോറും ഈ ഒരു അന്തരീക്ഷം മാറാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് കൂടി ഒരു മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. നാളെയും അതുപോലെ തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. മിക്ക ജില്ലകളിലും നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ മഴ തന്നെയായിരിക്കും വരും മണിക്കൂറിൽ ഉണ്ടാവുക. തീരപ്രദേശങ്ങളിൽ അതിശക്തമായ തിരമാലകൾക്കുള്ള സാധ്യതയുണ്ടെന്നും മത്സ്യബന്ധനത്തിന് പോകുന്നവരോട് ജാഗ്രത പാലിക്കണമെന്നുമുള്ളൊരു നിർദ്ദേശം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ തിരമാലകളും അതുപോലെ തന്നെ അതിശക്തമായ കാറ്റിനുമുള്ള സാധ്യതകളുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. നിരവധി അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ പുറംകടലിൽ പോകുന്നത് ഒഴിവാക്കണമെന്ന് കൂടി വകുപ്പ് ഇപ്പോൾ പറയുന്നുണ്ട്. സമുദ്ര ഗവേഷണ പഠന വകുപ്പും ഇതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ ശക്തമായ മഴ തുടരും എന്നൊരു മുന്നറിയിപ്പാണ് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്നത്. ശരി ശ്രീനന്ദ, എന്തായാലും നമുക്ക് ദിസ്നയിലേക്ക് കൂടി പോകാം. വടക്കൻ മലബാറിലെ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലെ സ്ഥിതി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിതീവ്ര മഴ മുന്നറിയിപ്പ് തന്നെയാണ് വടക്കൻ കേരളത്തിൽ. പലയിടത്തും കനത്ത മഴ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട് മലയോര മേഖലയിൽ ശക്തമായ മഴയിൽ വ്യാപക കൃഷിനാശം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. വടകര, കോട്ടക്കലിൽ തോണി മറിഞ്ഞ ഒരാളെ കാണാതായിട്ടുമുണ്ട്. പുറങ്കര സ്വദേശി സുബൈറിനെയാണ് കാണാതെയായത്. ഒപ്പമുണ്ടായിരുന്ന മകൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ദിസ്ന സുരേഷാണ് കോഴിക്കോട് നിന്ന് ദിസ്ന, അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് വടക്കൻ കേരളത്തിൽ. എങ്ങനെയാണ് മലബാറിലെ ഒരു അന്തരീക്ഷം?
രാഗി, അതിതീവ്ര മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ റെഡ് അലർട്ടാണ്. എന്നാൽ ഇപ്പോൾ നഗരമധ്യത്തിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ പ്രധാനമായും കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയാണ് ഉള്ളത് എന്നൊരു വിവരം തന്നെയാണ് ലഭ്യമായിരിക്കുന്നത്. ഇരുവഴിഞ്ഞി പുഴ അടക്കം കരകവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിയുണ്ട്. അതോടൊപ്പം തന്നെ വിലങ്ങാട് ഉരുട്ടിപ്പാലത്തിന് മുകളിലൊക്കെ തന്നെയും ഇന്നലെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വടകര കോട്ടയ്ക്കലിലാണ് തോണി മറിഞ്ഞ ഒരാളെ കാണാതായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സുബൈറിനെയാണ്, മത്സ്യത്തൊഴിലാളിയായ സുബൈറിനെയാണ് കാണാതായിരിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഇയാളെ കാണാതായത്. കൂടെയുണ്ടായ മകൻ സുനീർ ഓടി രക്ഷപ്പെടുകയും തുടർന്ന് ഫയർഫോഴ്സിനെയും പയ്യോളി കോസ്റ്റൽ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് പതങ്കയത്ത് കാണാതായ മലപ്പുറം സ്വദേശിയായ വിദ്യാർത്ഥിനിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും പുനരാരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കോഴിക്കോട് ജില്ലയിലുള്ളത്. രാഗി, ശരി ദിസ്ന. പാടശേഖരത്തിലെ കൃഷിക്ക് ഭീഷണിയായി പ്രളയജലത്തിനൊപ്പം ആലപ്പുഴ ജില്ലയിലേക്ക് ഒഴുകിയെത്തിയ തോട്ടിലെ പോള നീക്കം ചെയ്യാൻ സർക്കാരിന് ഫണ്ടില്ല. ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ളവർ നടപടി സ്വീകരിക്കാത്തതോടുകൂടി രണ്ടാം കൃഷി ഇറക്കിയ കർഷകർ ദുരിതത്തിലാണ്. അവസാനം കർഷകർ തന്നെ പോള നീക്കം ചെയ്യാൻ നിർബന്ധിതരാവുകയായിരുന്നു. ആലപ്പുഴ കുട്ടനാട്ടിൽ തകഴിക്കുന്നുമ്മ, കരിയാർ, മുടിയിലക്കരി പാടശേഖരത്തിലെ കർഷകരാണ് അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് സ്വന്തം ചിലവിൽ കൃഷിക്ക് ഭീഷണിയായി മാറിയ തോട്ടിലെ പോള നീക്കം ചെയ്തത്. 400 ഏക്കറുള്ള ഈ പാടശേഖരത്ത് വിത്ത് വിതച്ച് കൃഷിക്ക് തുടക്കമായിരുന്നു. തൊട്ടടുത്ത പള്ളിത്തോട് എന്നറിയപ്പെടുന്ന തോട്ടിൽ ഒരാൾ പൊക്കത്തിൽ പോള നിറഞ്ഞതിന് പിന്നാലെ മഴ ശക്തമാവുക കൂടി ചെയ്തതോടെ തോട്ടിൽ ജലനിരപ്പ് ഉയരുകയും തോട് കരകവിഞ്ഞ് പാടശേഖരത്തിലേക്ക് ഒഴുകുന്ന സ്ഥിതിയുമായി. ഇത് മടവീഴ്ചയ്ക്കും കാരണമാകുമെന്ന ആശങ്കയാണ് കർഷകർക്കുണ്ടായിരുന്നത്. തങ്ങളുടെ അധ്വാനവും പണവും പാഴാകുമെന്ന ആശങ്ക ഉയർന്നതോടെ കർഷകർ തോട്ടിലെ പോള നീക്കം ചെയ്യാനായി ജില്ലാ കളക്ടർ, ഗ്രാമപഞ്ചായത്ത്, ജലസേചന വകുപ്പ്, കൃഷി വകുപ്പ് എന്നിവർക്ക് 2 മാസത്തിനിടെ പലതവണ കത്തും നിവേദനവും നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഫണ്ടില്ലെന്നാണ് പഞ്ചായത്തും ജലസേചന വകുപ്പും പറയുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഫണ്ട് ഉണ്ടാകേണ്ടതാണ്. ഫണ്ട് അനുവദിക്കാമെന്ന് കളക്ടർ പറഞ്ഞെങ്കിലും 1 രൂപ പോലും ലഭിക്കാതെ വന്നതോടെയാണ് കർഷകർ തോട് ശുചീകരണത്തിന് സ്വയം ഇറങ്ങിയത്. ഈ തോട് ശുചീകരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെന്നും കർഷകർ പറയുന്നു. ഞങ്ങൾക്ക് ഓർമ്മയതിനു ശേഷം ഇത് ക്ലീൻ ചെയ്തിട്ടില്ല. അവിടം വരെ മാത്രം വൃത്തിയാക്കും. അത് കഴിഞ്ഞ് ആ വീതി കൂടിയ സ്ഥലം മുതലിങ്ങോട്ട് വൃത്തിയാക്കാറേ ഇല്ല. വർഷങ്ങളായി അങ്ങനെ കിടന്ന് എല്ലാ വർഷവും പഞ്ചായത്തിൽ എഴുതി കൊടുക്കും ഇത് വൃത്തിയാക്കുന്നു. അവർ ഒരു കാരണവശാലും ഈ പണി ചെയ്യുന്നില്ല. ഞങ്ങളെല്ലാം MLA പറഞ്ഞു, കളക്ടറെ വിളിച്ച് എല്ലാവരെയും വിളിച്ച് ഈ കാര്യം ആവശ്യപ്പെട്ടിട്ട് അവർ ഇതുവരെയായിട്ടും ഇവിടെ വന്ന് ഇതിനു വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കൃഷി സംരക്ഷിക്കാനായി ലക്ഷങ്ങൾ അനുവദിക്കുന്നുവെന്ന് സർക്കാർ പ്രഖ്യാപനം നടത്തുമ്പോഴാണ് പോള നീക്കം ചെയ്യാൻ പോലും സർക്കാർ 1 രൂപ അനുവദിക്കാത്തത്. ജനം, ആലപ്പുഴ. സത്യൻ നാരായണൻ എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, മലപ്പുറത്ത് നല്ല വെയിലാണ്, ഇന്നലെ വൈകിട്ട് മുതൽ മഴ ഇല്ല എന്ന്. അങ്ങനെ പല പ്രേക്ഷകരും അവരുടെ ജില്ലകളിലെ അവസ്ഥയും പ്രദേശത്തെ സാഹചര്യമൊക്കെ പറയുന്നുണ്ട്. ഇനിയൊരു ഇടവേള. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനിയെ, അതായത് പ്രധാന പ്രതിയെ കണ്ടെത്താനാകാതെ ക്രൈംബ്രാഞ്ച് എന്നുള്ള വാർത്തയാണ്. ഇനി ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും പ്രതിയെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. ഉന്നത രാഷ്ട്രീയ ബന്ധമാണ് പ്രതി ദിവ്യയ്ക്ക് സംരക്ഷണം ഒരുക്കുന്നത് എന്നാണ് ആക്ഷേപം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്താണ് നമുക്കൊപ്പം ചേരുക. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പ്രതികൾ കീഴടങ്ങിയതും ഇവരുമായി ഈ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതും. ഏതാണ്ട് 69 ലക്ഷം രൂപയോളം തട്ടിച്ചു എന്നുള്ളതാണ് കേസ്. ഈ 40 ലക്ഷം രൂപ തട്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഇവർ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് എന്നുമാണ് അറിയാൻ സാധിച്ചത്. നമുക്കറിയാം, തലസ്ഥാനത്താണ് ഈ വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രതികൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തിയിരുന്നു. അന്ന് പറഞ്ഞത് സഹോദരൻ വിദേശത്താണ്, അവിടെ നിന്ന് ലക്ഷങ്ങൾ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്, പിന്നെ എന്തിനാണ് തങ്ങൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നത് എന്നൊക്കെയായിരുന്നു. പക്ഷെ പിന്നീട് ഇവർ ഇത് കേസാകുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൃഷ്ണകുമാറും മകളും പോലീസിനെ സമീപിക്കുന്നു. അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഉറപ്പിച്ചു പറയുന്നതോടുകൂടി ഈ വിഷയം വലിയ വാർത്തയാകുന്നു. പിന്നീട് ഈ പ്രതികൾ
കോടതിയെ സമീപിക്കുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി. പക്ഷേ കോടതി ഈ ജാമ്യാപേക്ഷകൾ തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 2 പ്രതികൾ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന് മുൻപാകെ കീഴടങ്ങിയത്. എന്നാൽ ഇപ്പോഴും ഒരു പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇവർക്ക് ചില ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് എന്ന ആക്ഷേപം ശക്തമായി ഉയരുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ചർച്ചകൾ വരുന്നതും. ഇവരുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഏത് വഴിക്കുള്ളതാണ്, അത് തന്നെയാണോ ഇവരുടെ കീഴടങ്ങൾ സാധ്യമാകാത്തത് അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്താത്തത് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. എന്നിട്ടും ക്രൈംബ്രാഞ്ചിന് എന്തുകൊണ്ട് ഈ പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2 പ്രതികൾ ഇതിനു മുൻപ് കീഴടങ്ങിയത് കൊണ്ട് മാത്രം ഇവരെ പിടികൂടി എന്നുള്ളതാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ഉള്ളത്. പ്രശാന്ത്, ഇനിയും ഈ കേസിലെ മുഖ്യ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവർക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് എന്ന് പറയുന്നു. എന്താണ് യഥാർത്ഥ സ്ഥിതി? രാഖി, കേസിലെ പ്രധാന പ്രതിയായ ദിവ്യയെ ഇനിയും പിടികൂടാൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ല, അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. 3 പേരായിരുന്നു കേസിലെ പ്രതികൾ. ദിവ്യ, രാധാകുമാരി, വിനീത. ഇതിൽ വിനീതയും രാധാകുമാരിയും പോലീസിന് മുമ്പിൽ കീഴടങ്ങുകയായിരുന്നു. അതായത് 2 പേരുടെയും 3 പേരുടെയും പേരിൽ കുറ്റകൃത്യം ഉണ്ടായിട്ടും 3 പേരും കുറ്റകൃത്യം ചെയ്തതിന് കൃത്യമായ തെളിവുകൾ പോലീസിൻ്റെ പക്കലും ക്രൈംബ്രാഞ്ചിൻ്റെ പക്കലും ഉണ്ടായിട്ടും പോലും ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഈ പോലീസിനും കഴിഞ്ഞില്ല, ക്രൈംബ്രാഞ്ചിനും കഴിഞ്ഞില്ല. തുടർന്ന് ജില്ലാ കോടതിയും ഹൈക്കോടതിയും മുൻകൂർ ജാമ്യം നിഷേധിച്ചു. മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് ശേഷവും ഈ പ്രതികളായ 3 പേരെയും കസ്റ്റഡിയിലെടുക്കുവാനോ ചോദ്യം ചെയ്യുവാനോ ക്രൈംബ്രാഞ്ചും അന്വേഷണ സംഘവും തയ്യാറായില്ല. അതിനുശേഷമാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് ശേഷമാണ് വിനീതയും രാധാകുമാരിയും ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങുന്നതും. അതും നാടകീയമായിട്ടാണ് കീഴടങ്ങിയത്. ആ കേസിലാണ് ഇപ്പോൾ മുഖ്യപ്രതിയായിട്ടുള്ള, അതായത് കേസിലെ തന്നെ പ്രധാനിയായിട്ടുള്ള ദിവ്യ ഇനിയും പിടികൂടാൻ കഴിയാത്തത്. പോലീസിന് ഇതുവരെ ദിവ്യ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ദിവ്യയെ പിടികൂടുവാനോ കസ്റ്റഡിയിലെടുക്കുവാനോ ഒന്നും പോലീസിന് കഴിഞ്ഞിട്ടില്ല, ക്രൈംബ്രാഞ്ചിനും കഴിഞ്ഞിട്ടില്ല. വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ സി പി എം നേതാക്കളുമായുള്ള ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടോ എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയാത്തത് എന്നതടക്കമുള്ള പരാതികളും ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്, ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ തന്നെയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേസിലെ അതായത് നടനും BJP നേതാവുമായ ജി കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഈ 3 പേരും, മുൻ ജീവനക്കാരായിട്ടുള്ള 3 പേരും പ്രതികളായിട്ടുള്ളത്. QR കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പ് നടത്തിയ കേസിൽ അതിലൊരു പ്രധാനിയാണ് ദിവ്യ എന്ന് പറയുന്ന ജീവനക്കാരി. എന്നാൽ ആ ജീവനക്കാരിയെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല, ക്രൈംബ്രാഞ്ചിനും കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് തന്നെ, അന്വേഷണ സംഘത്തിന് തന്നെ വിമർശനമായിട്ട് ഉയരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നുമെല്ലാം കണ്ണടച്ച സഹായം ഈ 3 പേർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 3 പേരെയും പിടികൂടാൻ കഴിയാത്തത്. ക്രൈംബ്രാഞ്ച് പറഞ്ഞിരുന്നത് 3 പേരും എവിടെയാണെന്ന് അറിയില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അതൊക്കെ തന്നെയാണ് കാരണം. ഈ തലസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നിട്ട് പോലും ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുവാനോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുവാനോ ഒന്നും തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് 2 പേർ, ജീവനക്കാരികളായ 2 പേർ, അതായത് വിനീതയും രാധാകുമാരിയും അതിനാടകീയമായ രീതിയിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിലെത്തി കീഴടങ്ങുകയും ചെയ്തിരുന്നു. മുഖ്യ പ്രതിയെ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കേസാണ്. ആ കേസിലെ മുഖ്യപ്രതിയാണ് ഇനിയും ക്രൈംബ്രാഞ്ചിന് പിടികൂടാൻ സാധിക്കാത്തത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കാസർഗോഡ് കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ റെയ്ഡിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്ത് ED. സ്ഥാപനത്തിൽ 220 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നതായി സൂചന. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം ഫണ്ട് വന്നിട്ടുണ്ടോ എന്നതിലാണ് നിലവിൽ ED അന്വേഷണം നടക്കുന്നത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷാണുള്ളത്. ദിസ്ന, വിശദാംശങ്ങൾ. രാഗി, കഴിഞ്ഞ ദിവസമാണ് ഈ കാസർഗോഡ് കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ റെയ്ഡിൽ 220 കോടി രൂപയുടെ കള്ളപ്പണം ഇടപാട് കണ്ടെത്തിയതായി സൂചന ലഭ്യമായിട്ടുള്ളത്. പ്രധാനമായും എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു പണം ഇവിടെ എത്തിയത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ED എന്നൊരു സൂചനയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയാൻ സാധിക്കുന്നത് 2021 മുതലാണ് ഇത്തരത്തിലുള്ളൊരു, അതായത് വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലൊരു പണമിടപാട് നടന്നിട്ടുള്ളത് എന്നൊരു കണ്ടെത്തലിലാണ് ഇപ്പോൾ ED എത്തിയിട്ടുള്ളത്. എന്തായാലും വിദേശത്ത് നിന്ന്
വലിയ രീതിയിലുള്ള ഫണ്ട് സ്വീകരിച്ചു എന്നൊരു കാര്യം തന്നെയാണ് ED പറയുന്നത്. ഇതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയോ FCRA ബാങ്ക് അക്കൗണ്ടോ ട്രസ്റ്റിനില്ലായിരുന്നു എന്നൊരു കണ്ടെത്തൽ കൂടി EDയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ 220 കോടി രൂപയുടെ വരുമാനം ഉണ്ടായത് എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ED ഇത് സംബന്ധിച്ച് നടത്തുന്നു. ഇവിടെ നിന്നാണ് ഈ പണത്തിന്റെ സോഴ്സ്, പ്രധാന ഉറവിടം സംബന്ധിച്ച കണ്ടെത്തലുകളിലേക്ക് ED കടക്കുന്നു എന്നൊരു സൂചനയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. രാഗി. ശരി ദിസ്ന, ഇനിയൊരു ഇടവേള. ലഹരിമുക്ത യുവത്വം വികസിത ഭാരതത്തിന് പ്രേരക ശക്തിയെന്ന് കേന്ദ്ര യുവജനക്ഷേമ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാകണമെങ്കിൽ യുവശക്തി ശാക്തീകരിക്കപ്പെടണമെന്നും മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. കാശിയിൽ നടന്ന യുവ ആധ്യാത്മിക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബാലഗോകുലത്തെ പ്രതിനിധീകരിച്ച അങ്കുർ രാജ്, നിതിൻ അഭിഷേക്, മിഥുൻ എന്നിവർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. തലസ്ഥാനത്ത് ആറ്റുകാലമ്മയ്ക്ക് കലാസന്ധ്യ ഒരുക്കി നെതർലൻഡ്സിൽ നിന്നുള്ള നൃത്തസംഘം. നെതർലൻഡ്സിലെ ന്യൂപൂർ നാട്യശാലയിലെ 11ഓളം നർത്തകരാണ് നാട്യവിരുന്നൊരുക്കിയത്. നാളെ കരിക്കകം ദേവീക്ഷേത്രത്തിലും നൃത്തസന്ധ്യ നടത്തിയ ശേഷമാകും സംഘം മടങ്ങുക. നെതർലൻഡിൽ നിന്നും കേരളക്കരയിലെത്തി നൃത്തം അവതരിപ്പിച്ച സംഘമാണിത്. എല്ലാ വർഷവും കേരളത്തിലെ വിവിധയിടങ്ങളിൽ നെതർലൻഡിൽ നിന്നുള്ള ഈ സംഘം എത്താറുണ്ട്. ഇത്തവണ ആറ്റുകാലമ്മയുടെ തിരുമുൻപിൽ നെതർലൻഡിലെ നുപൂർ നാട്യശാലയിലെ 11ഓളം നർത്തകർ അരങ്ങ് തകർത്തു. IT പ്രൊഫഷണലും നൃത്ത അധ്യാപികയുമായ ലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആറ്റുകാലിൽ 1 മണിക്കൂർ നൃത്തം അവതരിപ്പിച്ചത്. നമ്മൾ എല്ലാ വർഷവും ഓരോ ദൈവങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നടക്കും. ഇപ്രാവശ്യം നമുക്ക് ഭാഗ്യം ലഭിച്ചത് ആറ്റുകാലമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. ആംസ്റ്റർഡാമിലെ സ്ഥിരവാസികളായിട്ടും നാടും നാടിന്റെ കലാരൂപങ്ങളും പിന്തുടരാനും അതിന്റെ ഭാഗമായി ജന്മനാട്ടിൽ നൃത്തം ദേവിക്ക് സമർപ്പിച്ച സംതൃപ്തിയിലുമാണ് പ്രീതിയുള്ളത്. വളരെയധികം സന്തോഷം തോന്നുന്നു. അതിന് അവസരം ഉണ്ടാക്കിയ ലക്ഷ്മി ടീച്ചറും നൂപൂർ നാട്യശാലയുടെയൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ നെതർലൻഡ്സിൽ നിന്നിട്ടും ഇങ്ങനത്തെ നമ്മുടെ കൾച്ചറും നമ്മുടെ സാംസ്കാരികമായ ഈ വക കലകളും ഇപ്പോഴും നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്കും അത് പങ്കിടാൻ പറ്റുന്നു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അമ്മയെ കണ്ടതിലും സന്തോഷമുണ്ട്. കേരള മണ്ണിലെത്തി നൃത്തച്ചുവടുകൾ വയ്ക്കാനായ സന്തോഷത്തിലാണ് നെതർലൻഡ് സ്വദേശിനികളായ ധീരയും ദിയയും. It was very nice and I found them very pretty. Ik zou graag mijn guru willen bedanken voor deze mogelijkheid en iedereen om me heen ook. Dit zou niet mogelijk zijn zonder haar. കേരളക്കരയിൽ ആദ്യമായി എത്തി നൃത്തം അവതരിപ്പിച്ച സന്തോഷത്തിലാണ് മറ്റു ചിലർ. എൻ്റെ ഫസ്റ്റ് ടൈം അമ്പലത്തിൽ കളിക്കുന്നത്, അതുകൊണ്ട് ഇതെനിക്കൊരു ഭയങ്കര പുതിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നെ എനിക്ക് അമ്മയുടെ അനുഗ്രഹം കിട്ടിയിട്ടാണ് ഇപ്പോൾ കളിക്കാൻ പറ്റിയത്. നാളെ കരിക്കകം ദേവീക്ഷേത്രത്തിലും നൃത്തസന്ധ്യ നടത്തിയ ശേഷമാകും സംഘം മടങ്ങുക. ജനം, തിരുവനന്തപുരം. മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിണിയായ ദിവ്യശ്രീ സാവിത്രി അന്തർജനത്തിന്റെ ശതാഭിഷേകം ഇന്ന്. കർക്കിടകത്തിലെ മൂലം നക്ഷത്രത്തിലാണ് മണ്ണാറശാല അമ്മയുടെ ജനനം. ഇന്ന് ശതാഭിഷേക ആഘോഷങ്ങളുടെ ഭാഗമായി പുലർച്ചെ മുതൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും നടക്കും. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഇന്ന് പ്രത്യേക പൂജകളോ മറ്റോ ഉണ്ടോ? എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? രാഹി, ഇന്ന് പുലർച്ചെ മുതൽ തന്നെ മണ്ണാർശാല ഇല്ലത്ത്, അതായത് നിലവറയോട് ചേർന്നുള്ള ഈ പ്രധാന ആയില്യം പൂജകൾ അടക്കം നടക്കുന്ന ആ നിലവറയുടെ മുമ്പിൽ തന്നെയാണ് ഇന്നും വിശേഷാൽ പൂജകൾ നടക്കുന്നത്. അത് മണ്ണാർശാല അമ്മ ദിവ്യശ്രീ സാവിത്രി അന്തർജനത്തിൻ്റെ 84ാം പിറന്നാളിൻ്റെ ഭാഗമായാണ്
ഇത്തരം പ്രത്യേക പൂജകൾ നടക്കുന്നത്. അത് കലശാഭിഷേകം അടക്കമുള്ള ഗണപതി ഹോമം അടക്കമുള്ള ഹോമങ്ങളും അതിനു പുറമേ ഉള്ള പൂജകൾ, അതോടൊപ്പം തന്നെ പ്രത്യക്ഷത്തിലുള്ള ഗോദാനം, അതോടൊപ്പം ദശദാനം അടക്കമുള്ള പുണ്യപ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്നത്. മണ്ണാർശാല അമ്മ ഇപ്പോൾ സ്നാനത്തിനായി പോയിരിക്കുകയാണ്. അവരുടെ സ്നാനം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തി മടങ്ങി വരും. മടങ്ങി വന്ന് ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇത്തരം ചടങ്ങുകളാണ് രാവിലെ നടക്കുന്നത്. അതിനുശേഷം 10:30 മുതൽ പ്രത്യേക പിറന്നാൾ സദ്യയും ഉണ്ടാകും. നാടിൻ്റെ നാനാതുറകളിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ അമ്മയുടെ അനുഗ്രഹം തേടി ഇന്ന് പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നൽകാനും ഒപ്പം അനുഗ്രഹം നേടാനുമായി ഇവിടേക്ക് എത്തുന്നത്. മണ്ണാർശാല ക്ഷേത്രത്തിൽ അല്പസമയത്തിനുള്ളിൽ മണ്ണാർശാല അമ്മ ദർശനം നടത്തും. ഇവിടുത്തെ പ്രധാന പൂജാരിണിയാണ് മണ്ണാർശാലമ്മ. നമുക്കറിയാം, ഒരുപക്ഷെ സ്ത്രീകൾ പൂജാരിണികളായുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മണ്ണാർശാല നാഗരാജ ക്ഷേത്രം. അവിടുത്തെ പൂജാതി കാര്യങ്ങൾ എല്ലാം തന്നെ അത് കന്നിമാസത്തിലെയും തുലാമാസത്തിലെയും ആയില്യം എഴുന്നള്ളത്തിന് നാഗരാജാവിനെ എഴുന്നള്ളിക്കുന്നതടക്കം മണ്ണാർശാല അമ്മയാണ് ചെയ്യുന്നത്. അന്നത്തെ പ്രധാന പൂജകൾ ചെയ്യുന്നത് അമ്മയാണ്. അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിലെ പൂജാരിണിയായ, അത് ഒരു ദേവീ സങ്കല്പത്തിൽ തന്നെ ഭക്തർ കാണുന്ന ഒരു ആളാണ് മണ്ണാർശാലമ്മ. അത് അനന്തൻ മണ്ണാർശാലമ്മയ്ക്ക് സന്തതിയായി പിറന്നു എന്ന വിശ്വാസത്തിലാണ് ഈ അമ്മ സ്ത്രീകൾ പൂജാരിണിയായി വരുന്നത്. അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് ഈ പൂജകളൊക്കെ തന്നെ നിർവഹിക്കുന്നതും. അങ്ങനെയുള്ള മണ്ണാർശാല അമ്മയുടെ 84ാം പിറന്നാളാണ് ഇന്ന് ആഘോഷിക്കുന്നത്. രാഹി. ശരി സുധീഷ്, മണ്ണാർശാല ക്ഷേത്രത്തിൽ നിന്നാണ് സുധീഷ് ഗോപാല വിശദാംശങ്ങൾ നൽകിയത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന 3 പദ്ധതിയിലും കേരളത്തിൽ മെല്ലെപ്പോക്ക്. അനുമതി നൽകിയ 1421 കിലോമീറ്ററിൽ പൂർത്തിയാക്കിയത് 747 കിലോമീറ്റർ മാത്രം. ഇനിയും പൂർത്തിയാക്കാനുള്ളത് 668 കിലോമീറ്റർ റോഡാണ്. പദ്ധതി പൂർത്തിയാക്കാനുള്ള കാലാവധി 2026 മാർച്ച് വരെ നീട്ടിയിട്ടുമുണ്ട് കേന്ദ്രം. ലോക്സഭയിൽ ശശി തരൂർ MP നൽകിയ മറുപടിയാണ് ജനം ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. ജനം എക്സ്ക്ലൂസീവാണ്. പ്രജിത് മോഹനനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. പ്രജിത്ത്, നമുക്ക് ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് വെറും 52% മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇനിയും എത്രയോ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഈ സമയം നീട്ടി നൽകിയിരിക്കുന്നത്. രാഖി, ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ അതിന് വേഗം കുറയുന്നു എന്നുള്ളത് പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ സംസ്ഥാനം ആവശ്യത്തിന് വേഗത്തിൽ അത്തരം പദ്ധതികൾ പൂർത്തീകരിക്കാത്ത സാഹചര്യവും പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയുടെ 3ാം വെർഷൻ, അത് വളരെ പ്രധാനപ്പെട്ട രാജ്യത്തെ ഗ്രാമീണ മേഖലകളിലെ റോഡുകളുടെയൊക്കെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളൊന്നാണ്. അതിവേഗം പണം അനുവദിച്ച് അതിവേഗം പണി പൂർത്തീകരിക്കുന്ന രാജ്യത്ത് തന്നെ പലയിടത്തും അത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ പതിവ് പോലെ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ളൊരു മെല്ലെപ്പോക്ക് സംസ്ഥാന സർക്കാരിൻ്റെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും ഒക്കെ ഭാഗമായി ഇത്തരത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതൊരു വലിയ വീഴ്ചയാണ്. ഇപ്പോൾ ഈ പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പ്രകാരം 1437.84 കിലോമീറ്ററാണ് ആകെ കേരളത്തിൽ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി ഇടുന്നത്. അതിൽ 1421 കിലോമീറ്ററിനും കേന്ദ്ര സർക്കാർ അനുമതിയും നൽകി കഴിഞ്ഞു. പക്ഷേ അതിൽ 747 കിലോമീറ്റർ, മൊത്തം ഈ അനുമതി നൽകിയിരിക്കുന്ന 1421 കിലോമീറ്ററിൻ്റെ 52% മാത്രമാണ് സംസ്ഥാനത്ത് ഈ ഘട്ടത്തിലും പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഈ 31/7/2025, അതായത് ഈ ജൂലൈ 31 വരെയുള്ള കണക്കുകൾ അനുസരിച്ചാണ് ഈ 52% പദ്ധതികൾ റോഡുകൾ മാത്രമാണ്, അല്ലെങ്കിൽ അത്രയും ദൂരം മാത്രമാണ് ഈ പദ്ധതിയിലൂടെ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചിരിക്കുകയാണ്. അതിൽ ഇനി ഏതാണ്ട് 668 കിലോമീറ്റർ, മൊത്തം പദ്ധതിയുടെ 47% പൂർത്തീകരിക്കേണ്ട സാഹചര്യവും സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് കേന്ദ്രം ലോക്സഭയെ അറിയിച്ചിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2025 മാർച്ചിനുള്ളിൽ ഈ പദ്ധതി പൂർത്തീകരിക്കണം എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിർദ്ദേശം. കാരണം ആ ലക്ഷ്യം 1421 കിലോമീറ്റർ എന്നുള്ള ലക്ഷ്യം കേരളത്തിൽ പൂർത്തീകരിച്ചാൽ പിന്നെ അടുത്ത തലത്തിലേക്കുള്ള പദ്ധതിയിലേക്ക് പോകാമെന്നുള്ളതായിരുന്നു കേന്ദ്രത്തിൻ്റെ കണക്കുകൂട്ടൽ, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട സ്വാഭാവികമായിട്ടുള്ളൊരു രീതി. പക്ഷേ സംസ്ഥാനത്ത് പതിവ് പോലെ തന്നെ ഇത്തരത്തിൽ റോഡ് നിർമ്മാണം അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ ഉണ്ടാകുന്ന വീഴ്ചകൾ ആവർത്തിച്ചു. 52% ആ പദ്ധതി തുടങ്ങി. ഒടുവിൽ കേന്ദ്രത്തോട് കേരളം പിന്നീട് ആവശ്യപ്പെടുകയാണ് ഈ പദ്ധതിയുടെ കാലാവധി നീട്ടിത്തൽക്കണമെന്ന്. കേന്ദ്രം അത് അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. 2026 മാർച്ചിലേക്ക്
ഈ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയുടെ 3ാം വെർഷന്റെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ കാലാവധി നീട്ടി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ലോക്സഭ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ പറയേണ്ട ഒരു കാര്യം 1437 കിലോമീറ്റർ പൂർത്തീകരിക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്. അതിൽ 1421 കിലോമീറ്ററും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടും അതിൻ്റെ 52% മാത്രമാണ് സംസ്ഥാന സർക്കാരിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതൊരു വലിയ വീഴ്ചയാണ്, ഒരു വലിയ മെല്ലെപ്പോക്കാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പ്രകാരമുള്ള റോഡുകളുടെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള മെല്ലെപ്പോക്കുകൾ തുടരുന്നത്. രാഖി. ശരി പ്രജിത്ത്, കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ സംസ്ഥാനത്ത് വലിച്ചു നീട്ടി അല്ലെങ്കിൽ സമയത്ത് ചെയ്തു തീർക്കാത്ത ഒരു കാര്യമൊക്കെ നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തതാണ്. ഏറ്റവും ഒടുവിലത്തേതാണ് ഈ സംഭവം എന്നേ ഉള്ളൂ. എന്തായാലും മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഭാരതത്തോടുള്ള ഇരട്ടത്താപ്പിൽ US-ൽ ട്രംപിനെതിരെ വിമർശനം ശക്തം. സൗത്ത് കരോളിന മുൻ ഗവർണർ കൂടിയായ നിക്കി ഹാലി രൂക്ഷ വിമർശനം ഉയർത്തി രംഗത്തെത്തി. ചൈനയ്ക്ക് മേലുള്ള താരിഫ് നിർത്തലാക്കിയത് അന്യായം, സൗഹൃദ രാജ്യമായ ഭാരതവുമായുള്ള ബന്ധം തകർക്കരുത് എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അതേസമയം റഷ്യയുമായുള്ള എണ്ണ ഇടപാട് തുടരുമെന്ന ഭാരതത്തിന്റെ നിലപാടിനെ പറ്റി അറിയില്ല എന്ന് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐസൻ ജോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഐസൻ, ട്രംപിനെതിരെ അമേരിക്കയിൽ തന്നെ ശക്തമായ വിമർശനം ഉയർന്നു എന്നുള്ളതാണ്. എന്തായാലും ഭാരതവുമായിട്ടുള്ള ബന്ധം അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത തന്നെയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. തീർച്ചയായും രാഖി, ഭാരതവുമായുള്ള ബന്ധം മികച്ച രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് നിക്കി ഹാലി, അതായത് സൗത്ത് കരോളിനയിലെ മുൻ ഗവർണറും മുൻ UN-ലെ അമേരിക്കയുടെ അംബാസിഡറുമായിരുന്ന ഇവരുടെ നിലപാട് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അവർ കൃത്യമായി പറയുന്നത് 90 ദിവസം ചൈനയ്ക്ക് ഈ താരിഫ് സംബന്ധിച്ച് അവർക്ക് ചുമത്തിയ താരിഫ് സംബന്ധിച്ച് ചർച്ച തുടരുന്നതിന് സമയം നൽകുകയും ഭാരതത്തിന് 7-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ പുതുക്കിയ താരിഫും അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള പിഴയും നൽകാനുള്ള ദിവസമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് എന്നത് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായി അവർ പറയുന്നത് ഭാരതം പോലുള്ള ഒരു മികച്ച സുഹൃത്തിനെ ഏതെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിച്ച് ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പിണക്കുന്നതും അതുപോലെ തന്നെ ചൈനയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതും സ്വീകാര്യമല്ല എന്ന നിലപാട് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ചൈനയ്ക്ക് ഭാരതത്തിനെതിരായ അല്ലെങ്കിൽ ഭാരത വിരുദ്ധ നീക്കങ്ങൾ നടത്തുന്നതിന് ഈ അമേരിക്കയുമായുള്ള ഭാരതത്തിന്റെ ബന്ധവുമായുള്ള അതിന് എതിരായ നീക്കം നടത്തുന്നതിന് വഴി സ്വയം തുറന്നു കൊടുക്കരുത് എന്ന വിമർശനാത്മകമായ ഒരു നിലപാടാണ് നിക്കി ഹാലിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഇവർ ഇക്കാര്യം വളരെ കൃത്യമായി അറിയിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് എഴുതുകയും ചെയ്തു. തീർച്ചയായും ഇത് ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അമേരിക്കയിൽ ട്രംപിനെതിരെ ട്രംപിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുകൾ വരുന്നു എന്നുള്ളത് ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ഈ ഒരു നീക്കത്തിനെതിരെ, അതായത് ട്രംപിന്റെ ഈ നീക്കം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ അമേരിക്കയിൽ തന്നെ വലിയ തോതിൽ ഓഹരി വിപണിയിൽ വലിയ ചാഞ്ചാട്ടമുണ്ടാകാൻ ഈ നീക്കം അല്ലെങ്കിൽ ഭാരതത്തിന് എതിരെ ചുമത്തിയ നികുതിയുടെ ആ ഒരു തീരുമാനത്തിന്റെ നീക്കം വഴിവെച്ചിരുന്നു. മാത്രമല്ല, മറ്റു പല പഠനങ്ങളും ഉടൻ തന്നെ പുറത്തു വരികയും ചെയ്തു. ഏതാണ്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലെല്ലാം തന്നെ, അമേരിക്കയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലെല്ലാം തന്നെ വലിയ തോതിൽ 2% 3% ഒക്കെ ഒറ്റയടിക്ക് വളർച്ചയുണ്ടാകാൻ അല്ലെങ്കിൽ ഉയരാനുള്ള സാധ്യതയും വൻതോതിൽ ഓരോ കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കാനുള്ള ഒരു സാധ്യതയും അതിനുണ്ട് എന്ന് കൃത്യമായ പഠനങ്ങൾ ആധികാരികമായി തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതായത് അമേരിക്കയുടെ സാമ്പത്തികമായ ഒരവസ്ഥയും ആ മാർക്കറ്റിലെ ഡിമാൻഡിനെയും ഒറ്റയടിക്ക് തകർക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് ഇന്ത്യക്കെതിരെ അധിക താരിഫ് ചുമത്തിയതിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തു. അതേസമയം മറ്റൊരു സുപ്രധാന വിഷയം കൂടി എടുത്തു പറയേണ്ടത്, എണ്ണ ഇറക്കുമതി റഷ്യയിൽ നിന്ന് ചെയ്യുന്നതിനെതിരെ ഒരു അധിക പിഴയും ട്രംപ് ഈ അധിക താരിഫിനൊപ്പം ചുമത്തിയിരുന്നു. 25% താരിഫിനൊപ്പം അധിക പിഴയും ചുമത്തിയിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഭാരതം കൈക്കൊള്ളുകയും ചെയ്തത്. അതിന്റെ ഭാഗമായി കൃത്യമായ നിലപാട് വിദേശകാര്യ മന്ത്രി പോലും അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. ഔദ്യോഗികമായി പാർലമെന്റിൽ പോലും ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. മാത്രമല്ല, പാർലമെന്റിൽ വളരെ നിർണായകമായ പല പ്രഖ്യാപനങ്ങളും ട്രംപിന്റെ പല വിഷയങ്ങളിൽ ഇടപെടൽ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ ഇടപെടലെല്ലാം തന്നെ വ്യക്തമാക്കിക്കൊണ്ട് കൃത്യമായ പ്രസ്താവനകൾ പാർലമെന്റിൽ ഉണ്ടാവുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അധിക താരിഫിന്റെ സ്വഭാവമൊക്കെ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ തുടരാനുള്ളൊരു തീരുമാനവും ഉണ്ടാവുകയും ചെയ്തത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതിയുടെ വിഷയത്തിൽ ഭാരതം എടുത്ത തീരുമാനം സംബന്ധിച്ചൊരു ചോദ്യത്തിനാണ് ട്രംപ് അറിയില്ല എന്നൊരു മറുപടി നൽകിയിരിക്കുന്നത്. ഭാരതം തീരുമാനിച്ചിരിക്കുന്നത് ഭാരതത്തിന്റെ എണ്ണ ഇറക്കുമതി ഇക്കോണമിക്കായി തുടരുന്നതിന് അല്ലെങ്കിൽ കുറഞ്ഞ വിലയിൽ എണ്ണ ഭാരതത്തിന് ലഭ്യമാക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് കൃത്യമായ എണ്ണ ഇറക്കുമതി പല രാജ്യങ്ങളുമായി വിഭജിച്ച് നടത്തുന്നത്. അതിൽ സുപ്രധാന രാഷ്ട്രവുമാണ് റഷ്യ. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിവെക്കാനാവില്ല. അത് ഭാരതത്തിന്റെ മാത്രം തീരുമാനമാണ് എന്ന നിലപാട് ഔദ്യോഗികമായി പല തവണ ഭാരതം അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ അറിയിച്ച നിലപാടുകളോടൊരു പ്രതികരണമായി തന്നെയാണ് ട്രംപ്
ഇക്കാര്യം അറിയിച്ചത്. അതായത് ഈ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി സംബന്ധിച്ച് ഭാരതം എടുത്ത നിലപാടിനെ സംബന്ധിച്ച് തനിക്ക് അറിയില്ല എന്ന നിലപാട് അറിയിക്കുകയും മാത്രമല്ല അത്തരം നിലപാടുകളെ കുറിച്ചുള്ള മറുപടി പിന്നീട് പറയാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയുമായിരുന്നു ട്രംപ്. തീർച്ചയായും ഗൗരവമേറിയ ഒരു വിഷയമായി റഷ്യയുമായുള്ള എണ്ണ ഇടപാടിലെ ഇടപെടലും അതുപോലെ തന്നെ അധിക താരിഫ് ചുമത്തിയതും വളർന്നു വരുന്നു. അമേരിക്കയിൽ തന്നെ പ്രതിഷേധങ്ങൾ ഭാരതത്തിന് വേണ്ടി ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി ഐസൻ, ഭാരതവുമായിട്ടുള്ള ബന്ധം തകർക്കരുത് എന്ന മുന്നറിയിപ്പാണ് ട്രംപിന് അമേരിക്കയിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു മുന്നറിയിപ്പ് എന്നുള്ളതാണ്. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി പോകുന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ട അത്യാഹിത വിഭാഗം തുറക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അപകടത്തിലായ ബ്ലോക്കിലെ അറ്റകുറ്റപ്പണിയിൽ ചില പോരായ്മ അഗ്നിരക്ഷാ സേനയുടെ പരിശോധനയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് ഉടൻ പരിഹരിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയെങ്കിലും നടപടികൾ ആരംഭിച്ചിട്ടില്ല. വിവരങ്ങളുമായി ദിസ്ന സുരേഷാണ് ഉള്ളത്. ദിസ്ന, ഇനിയും ഈ അത്യാഹിത വിഭാഗം തുറക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം നിരവധി പേർ ആശ്രയിക്കുന്ന, സാധാരണക്കാരായ മനുഷ്യർ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. എന്താണ് ഇപ്പോൾ ഇവർ ഇതിന് നൽകുന്ന വിശദീകരണം? രാഗി, തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ഈ തീപിടുത്തം ഉണ്ടായിട്ട് 3 മാസങ്ങൾ പൂർത്തിയാവുന്നു. എന്നിട്ട് പോലും അത്യാഹിത വിഭാഗം തുറക്കുവാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് നിലവിലെ അപ്ഡേറ്റ് അനുസരിച്ച്. പണി പൂർത്തിയായതായി കാണിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് അധികൃതർ അഗ്നിരക്ഷാ സേനയെ അറിയിക്കുകയും അതുപ്രകാരം അഗ്നിരക്ഷാ സേന നടത്തിയ പരിശോധനയിൽ 3 ചെറിയ രീതിയിലുള്ള തകരാറുകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആ തകരാറുകൾ കൂടി പരിഹരിച്ചതിന് ശേഷം മാത്രമേ നിരാക്ഷേപ പത്രം നൽകുകയുള്ളൂ എന്നൊരു നിലപാടിലാണ് അഗ്നിരക്ഷാ സേന ഇപ്പോൾ നിലവിലെത്തിയിരിക്കുന്നത്. എന്തായാലും ആ പണികൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഒരു സമ്മതപത്രം, അതായത് ഇത് തുറക്കുന്നത് സംബന്ധിച്ച എതിർപ്പില്ലാ രേഖ കൊടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് അഗ്നിരക്ഷാ സേന വ്യക്തമാക്കിയിട്ടുള്ളത്. 1 മുതൽ 4 വരെയുള്ള ബ്ലോക്കിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയിൽ സമ്മതപത്രം ലഭ്യമായി കഴിഞ്ഞു എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പണി ഇങ്ങനെ അനിശ്ചിതത്തിൽ നീളുന്നൊരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, ഈ CPIM-ന്റെ അടക്കമുള്ള ആളുകൾ ഇതിനെ സംരക്ഷണ ജാഥ, അതായത് മെഡിക്കൽ കോളേജിനെ മനഃപൂർവ്വം തകർക്കുവാൻ BJP-യും കോൺഗ്രസും മാധ്യമങ്ങളും കൂടി ഗൂഢാലോചന ചെയ്ത് നടത്തുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞൊരു സംരക്ഷണ ജാഥയൊക്കെ തന്നെ നടത്തിയിരുന്നു. ഈ സംരക്ഷണ ജാഥ നടത്തിയതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യവും പശ്ചാത്തലവും നമ്മൾ കണ്ടതാണ് രാഗി. ഈ പശ്ചാത്തലം ഒക്കെ തന്നെയും നിലനിൽക്കുമ്പോൾ പോലും 3 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കി ആളുകളെ അവിടെ പ്രവേശിപ്പിക്കാമെന്ന ആരോഗ്യമന്ത്രി തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് മാധ്യമങ്ങളോടക്കം വ്യക്തമാക്കിയത്. എന്നിട്ട് പോലും ഈ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇപ്പോൾ താൽക്കാലികമായി പഴയ ബ്ലോക്കിലാണ് ഈ അത്യാഹിത വിഭാഗം തുടർന്ന് പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ്. അവിടെ ചില പരിമിതികളും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും ആശ്രയിക്കുന്നത്, അതായത് വയനാട് ജില്ലയെ ഉൾപ്പെടെ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ഇനിയും തുറന്ന് പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. തീപിടുത്തമുണ്ടായിട്ട് ഏതാണ്ട് 3 മാസം പിന്നിടുന്നു. ഇനി തിരുവനന്തപുരത്തേക്കാണ്. തലസ്ഥാനത്തെ കല്ലമ്പലം MDMA കേസിൽ 1-ാം പ്രതി സഞ്ജുവിനെതിരെ കുറ്റം തെളിയിക്കാൻ കഴിയാതെ അന്വേഷണ സംഘം. ലഹരിക്കടത്തിന് പിന്നിൽ സഞ്ജുവാണ് എന്ന് തെളിയിക്കാൻ പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ലഹരി കണ്ടെത്തിയ ലഗേജും വാഹനവും സഞ്ജുവിൻ്റേതല്ലാത്തതാണ് അന്വേഷണത്തിൽ തിരിച്ചടിയാകുന്നത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനുണ്ട്. പ്രജിത്ത്, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? രഖി, ലാസലഹരി കടത്തിൽ ഒരു കൃത്യമായ മാസ്റ്റർ പ്ലാനോടെയായിരുന്നു കല്ലമ്പലത്തെ സഞ്ജുവിൻ്റെ പ്രവർത്തനങ്ങൾ. ഇതുതന്നെയാണ് പോലീസിനെ കുഴപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകവും എന്നുള്ളത്. ഈ 1.25 കിലോ MDMA എയർപോർട്ടിലേക്ക് കടത്തുന്നതിനെക്കുറിച്ചും ഇനി പിടിക്കപ്പെട്ടാൽ അത് എങ്ങനെ താൻ അതിൽ പ്രതിയാകാതിരിക്കാൻ എന്നുള്ള കാര്യങ്ങളിലൊക്കെ സഞ്ജു ഒരു കൃത്യമായ ആസൂത്രണം നടത്തിയിരുന്നു. അതിന് വലിയൊരു പ്ലാനിങ്ങും സഞ്ജു നടത്തിയിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെയും പഴുതടച്ചുള്ള പ്ലാനിങ്ങിൽ അന്വേഷണ സംഘം പ്രതിസന്ധിയിലുമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പുതിയതായി പറയുന്നത്. എന്തായാലും സഞ്ജുവിനെതിരെ കുറ്റം തെളിയിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം പോവുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഈ ലഹരി കണ്ടെത്തുന്നത് സഞ്ജുവിൻ്റെ ബാഗിൽ നിന്നോ വാഹനത്തിൽ നിന്നോ അല്ല. ലഹരി കടത്തുന്നത് സഞ്ജുവിൻ്റെ സുഹൃത്തായിട്ടുള്ള ശിവപ്രസാദിൻ്റെ ലഗേജിൽ ഈന്തപ്പഴങ്ങൾക്കൊപ്പമായിരുന്നു MDMA കടത്തിയിരുന്നത്. ഇത് പിന്നീട് എയർപോർട്ടിന് പുറത്തെത്തുകയും അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴാണ് നഗരൂർ പോലീസ് വാഹനം പിന്തുടർന്ന് ഈ ലഹരി വസ്തുക്കൾ പിടികൂടുന്നത് എന്നുള്ളതാണ്. കേസന്വേഷണത്തിന് എന്തായാലും CCTV ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ് നിലവിൽ പോലീസ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് സഞ്ജുവിനെ ഇതിൽ എങ്ങനെ
അല്ലെങ്കിൽ സഞ്ജുവിനെതിരെ കേസ് തെളിയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി പറയുന്നത്. എന്തായാലും യാത്രയ്ക്ക് മുമ്പ് സഞ്ജുവും പ്രസാദുമെല്ലാം ഈ ബാഗുകൾ പരസ്പരം കൈമാറിയിരുന്നു എന്നുള്ളൊരു കാര്യം പോലീസ് പറയുന്നുണ്ട്. ഐബിയും റോയും അടക്കം പരിശോധന നടത്തിയിട്ടും ഈ ഘട്ടത്തിൽ സഞ്ജുവിനെ ഒരു അക്ഷരം പോലും മിണ്ടാതിരിക്കുകയാണ്. സഞ്ജു എന്തായാലും കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് സഞ്ജുവിനെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇനി വീണ്ടും ചോദ്യം ചെയ്യൽ നടത്താനാണ് പോലീസിന്റെ ശരി പ്രജിത്ത്, തലസ്ഥാനത്തെ കല്ലമ്പലം MDMA കേസിൽ ഒന്നാം പ്രതി സഞ്ജുവിനെതിരെ കുറ്റം തെളിയിക്കാൻ സാധിക്കാതെ അന്വേഷണ സംഘം എന്നുള്ളതാണ്. ലഹരി കടത്തിന് പിന്നിൽ സഞ്ജുവാണ് എന്ന് തെളിയിക്കാൻ പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിലങ്ങുതടിയാകുന്നത്. പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനിയൊരു ഇടവേള. ഇന്ന് ഡോക്ടർ സുഷമ സ്വരാജ് സ്മൃതി ദിനം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യതയുടെ മുഖം BJP വക്താവാകുന്ന ആദ്യ വനിത, രാജ്യത്തെ തന്നെ ദേശീയ പാർട്ടിയുടെ ആദ്യ വനിതാ വക്താവ്, ഡൽഹിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി, ഇന്ത്യയിലെ ആദ്യ വനിതാ വിദേശകാര്യമന്ത്രി, ഇതൊക്കെയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നേതാവ് സുഷമ സ്വരാജ്. സുഷമ സ്വരാജ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്ന് 6 വർഷം. ഡോക്ടർ സുഷമ സ്വരാജിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ജനം TVയുടെ ശതകോടി പ്രണാമം. ഇന്ന് ഡോക്ടർ സുഷമ സ്വരാജ് സ്മൃതി ദിനം. സുഷമ സ്വരാജ് സൗമ്യതയുടെ മുഖം, സ്നേഹപൂർവമായ പെരുമാറ്റം, ഉറച്ച വാക്കുകൾ, ഇന്ത്യൻ നാരീശക്തിയുടെ പ്രതീകം. ഹരിയാനയിലെ അംബാല കണ്ടോൺമെന്റിൽ 1952 ഫെബ്രുവരി 14 സുഷമ സ്വരാജിന്റെ ജനനം. 70കളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയായിരുന്നു പൊതുരംഗത്തെത്തിയത്. നിയമബിരുദം നേടിയ അവർ അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രക്ഷോഭ പരിപാടികളിൽ സജീവമായി പങ്കെടുത്തു. 1977 ഹരിയാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സുഷമ 25-ാം വയസ്സിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ ക്യാബിനറ്റ് മന്ത്രിയായി. 1980 ജനതാ പാർട്ടിയിൽ നിന്ന് ജനസംഘ വിഭാഗം പിരിഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊണ്ടപ്പോൾ മുതൽ പാർട്ടിയിൽ അംഗമായിരുന്നു. പിന്നീട് ദേശീയ നേതൃത്വത്തിലെത്തിയ അവർ രാജ്യസഭാംഗമായി. 1998 ഡൽഹിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി. രാജ്യത്ത് ഒരു ദേശീയ പാർട്ടിയുടെ വക്താവാവുന്ന ആദ്യ വനിത എന്ന റെക്കോർഡും സുഷമ സ്വരാജിന് സ്വന്തം. അതിനുശേഷം ഇന്ത്യയുടെ ആദ്യ വനിതാ വിദേശകാര്യമന്ത്രിയായി. 2014 മുതൽ 2019 വരെയായിരുന്നു ഇത്. ഏതു സമയത്തും ഏതു സാഹചര്യത്തിലും സാധാരണക്കാർക്ക് സഹായം തേടിയെത്താവുന്ന വിദേശകാര്യമന്ത്രിയായിരുന്നു സുഷമ സ്വരാജ്. അനവധി ആളുകളെ അവർ പല രാജ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്തു. അവരുടെ തന്നെ ഒരു ട്വീറ്റ് ആ സമയത്ത് വൈറലാവുകയും ചെയ്തിരുന്നു. നിങ്ങൾ ചൊവ്വയിൽ കുടുങ്ങിയാലും അവിടെയുള്ള ഇന്ത്യൻ എംബസി നിങ്ങളെ സഹായിക്കും എന്ന് അവർ ട്വീറ്റ് ചെയ്തിരുന്നു. വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ അവർ രക്ഷപ്പെടുത്തിയ എല്ലാ ഇന്ത്യക്കാർക്കും വിദേശികൾക്കും അവർ എന്നെന്നും ഒരു ഹീറോയും സ്നേഹത്തിന്റെ മാലാഖയുമായിരുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന തന്റെ സോഷ്യൽ മീഡിയ സാന്നിധ്യത്തിലൂടെ സഹായഹസ്തം നീട്ടിക്കൊണ്ട് അവർ എല്ലാ വിഭാഗം ജനങ്ങളെയും സ്വാധീനിച്ചിരുന്നു. 2003 മുതൽ 2004 വരെ അവർ ആരോഗ്യ, കുടുംബക്ഷേമം, പാർലമെന്ററി കാര്യം എന്നീ വകുപ്പുകളിലും മന്ത്രിയായിരുന്നു. രാജ്യത്ത് ഒരു ദേശീയ പാർട്ടിയുടെ വക്താവാകുന്ന ആദ്യ വനിത, ഡൽഹിയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി, BJPയിൽ നിന്നുള്ള ആദ്യ വനിതാ മുഖ്യമന്ത്രി, മുഴുവൻ സമയ വിദേശകാര്യമന്ത്രിയായ ആദ്യ ഇന്ത്യൻ വനിത, ലോക്സഭയിലെ ആദ്യ വനിതാ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ ബഹുമതികൾ ഡോക്ടർ സുഷമ സ്വരാജിന് സ്വന്തം. സോഷ്യലിസ്റ്റ് നേതാവും മിസോറാം മുൻ ഗവർണറും സുപ്രീം കോടതിയിലെ അഭിഭാഷകനുമായ സ്വരാജ് കൗശലാണ് ഭർത്താവ്. രാജ്യസഭയിൽ ഒരേ കാലത്ത് അംഗങ്ങളായിരുന്ന ദമ്പതികൾ എന്ന ബഹുമതിയും ഇവർക്ക് സ്വന്തം. മറ്റുള്ളവരോട് സഹാനുഭൂതിയും കരുതലും നിറഞ്ഞ ഒരു സാധാരണ നേതാവാണ് സുഷമ സ്വരാജ് എന്ന് വിലയിരുത്തപ്പെടുന്നു. 2019 ഓഗസ്റ്റ് 6 ഹൃദയാഘാതത്തെ തുടർന്ന് തന്റെ 67-ാം വയസ്സിൽ സുഷമ സ്വരാജ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ആദരണീയ ഡോക്ടർ സുഷമ സ്വരാജിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി 2020 രാജ്യം ഡോക്ടർ സുഷമ സ്വരാജിനെ ആദരിച്ചു. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. ഇന്ന് ഹിരോഷിമ ദിനം, ലോകം നടുങ്ങിയ കറുത്ത ദിനം. 1945 ഓഗസ്റ്റ് 6
രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ അടിയറവ് പറയിക്കാൻ അമേരിക്ക ഹിരോഷിമയിൽ നടത്തിയ അണുബോംബ് വർഷം ലോകരാജ്യങ്ങളെ ആണവായുധ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാനും നടപടിയെടുക്കാനും പ്രേരിപ്പിച്ച ദുരന്തം. ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6 ലോകം നടുങ്ങിയ കറുത്ത ദിനം. ലോക മനസ്സാക്ഷി മരവിച്ച ദിനം. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാനെ മുട്ടുകുത്തിക്കാൻ അമേരിക്ക കണ്ട അവസാന ആയുധം അണുബോംബ് പ്രയോഗം ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ദിവസം. 1945 ജൂലൈ 25 അമേരിക്കൻ വ്യോമസേനയുടെ പസഫിക് മേഖലാ കമാൻഡർ ജനറലായ കാൾ സ്പാട്സിന് ജപ്പാനിലെ 2 നഗരങ്ങളിൽ ആറ്റം ബോംബ് പ്രയോഗിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചു. ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന നഗരമായ ഹിരോഷിമ നഗരത്തെയാണ് ആദ്യം തെരഞ്ഞെടുത്തത്. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 കേണൽ പോൾ ഡബ്ല്യു ടിബറ്റ് പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ B-29 ബോംബർ വിമാനമായ എനോള ഗേയിൽ നിന്നാണ് ബോംബ് വർഷിച്ചത്. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ആ ബോംബിന്റെ പേര്. ജെ. റോബർട്ട് ഓപ്പൺഹീമർ എന്ന ശാസ്ത്രജ്ഞനും സംഘവുമാണ് ആറ്റം ബോംബ് നിർമ്മാണത്തിനു പിന്നിൽ പ്രവർത്തിച്ചത്. റോബർട്ട് ഓപ്പൺഹീമർ എന്ന ശാസ്ത്രജ്ഞനെ വർഷങ്ങളോളം ഈ ദുരന്തത്തിന്റെ പാപഭാരം വേട്ടയാടി. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ചാമ്പലാക്കി. പർവ്വതസമാനമായ പുക കൂൺ ആകൃതിയിൽ ഉയർന്നു പൊങ്ങി. 1000 അടി ഉയരെ വരെ പൊടിപടലങ്ങൾ ചുഴറ്റിയടിച്ചു. 1,40,000-ഓളം മനുഷ്യജീവനുകൾ ദാരുണമായി കൊല്ലപ്പെട്ടു. ബോംബ് വർഷത്തിന്റെ റേഡിയേഷൻ പതിറ്റാണ്ടുകളോളം ജപ്പാനെ വേട്ടയാടി. റേഡിയേഷൻ അതിപ്രസരത്തിൽ 1,50,000-ഓളം പേർക്ക് പിൽക്കാലത്ത് ജീവൻ നഷ്ടമായി. അതിലും ഇരട്ടി ആളുകൾ രോഗം ബാധിച്ചും അന്ധരായും ദുരിത ജീവിതം നയിച്ചു. തലമുറകൾ പിന്നെയും പിന്നെയും ഇതിന്റെ ദുരന്ത ഫലം അനുഭവിച്ചു. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചതിന്റെ ഫലമായി ഉണ്ടായ അണുവികിരണത്തിന് ഇരയായ അന്ന് കേവലം 2 വയസ്സു മാത്രം പ്രായമുള്ള സഡാക്കോ സസക്കി എന്ന പെൺകുട്ടി ഇന്നും ലോക മനസാക്ഷിക്ക് നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയാണ്. ആ കുട്ടി പിന്നീട് രക്താർബുദം ബാധിച്ച് മരിച്ചു. ലോക സമാധാനത്തിനു വേണ്ടി ആണവായുധം ഉപേക്ഷിക്കാൻ ഈ സംഭവം ലോകരാഷ്ട്രങ്ങളെ പ്രേരിപ്പിച്ചു. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അധികാര കൊതിയിൽ പൊലിയുന്നത് നിരപരാധികളായ ജനങ്ങളുടെ ജീവനാണ്. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള മത്സരവും യുദ്ധക്കൊതിയും സമാധാനം പുലർത്താനല്ല, അസഹിഷ്ണുതയും അശാന്തിയും പടരാനേ സാധിക്കൂ. ഹിരോഷിമ ദിനം ഓർമ്മപ്പെടുത്തുന്നതും ഇതാണ്. ലോകത്ത് സമാധാനത്തിന്റെ സന്ദേശം പടരട്ടെ. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പാറിപ്പറക്കട്ടെ. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.